ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. നമുക്ക് GIB ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലേ. നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എന്താക്കാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഇഫ് sec alpha and tan alpha are the roots of the equation x square minus ax plus b square is equal to 0 അല്ലേ, then ഓക്കെ നമുക്ക് നോക്കാം. റെഡി? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താക്കാം മനസ്സിലാക്കാം. റെഡി അല്ലേ? ശ്രദ്ധിക്കുക, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം നമുക്ക് ഒരു കാര്യമുണ്ട് അല്ലെ. എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക. യെസ്, ഓക്കെ. സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ അല്ലെ, നമുക്കറിയാം സം ഓഫ് റൂട്ട്സ് അഥവാ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ബി ഡിവൈഡ് ബൈ എ ആണ് അല്ലെ. അതായത് നെഗറ്റീവ് ഓഫ് എന്താണ്? യെസ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എ ആണ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 അല്ലെ എന്ന് പറഞ്ഞ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് സീക്ക് ആൽഫയും അതേപോലെ തന്നെ ടാൻ ആൽഫയും ആണെങ്കിൽ അല്ലെ, നമുക്ക് എന്ത് പറയാം? യെസ്, സീക്ക് ആൽഫ പ്ലസ് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എന്താണ്? എക്സ് സ്ക്വയർ അല്ലെ, അഥവാ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അല്ലെ, അഥവാ എ എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ എ ആണ് അല്ലെ. സോറി, ഡി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ ആണ് അല്ലെ. അതായത് മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ അല്ലെ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് സീക്ക് ആൽഫ മൈനസ് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിമിനന്റ് ആണ് അല്ലെ. ഡിസ്ക്രിമിനന്റ് ആണ്. ഡിസ്ക്രിമിനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac ആണ് അല്ലെ. അവിടെ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സൂചിപ്പിക്കുന്നത്. റെഡി അല്ലെ? സോ മൈനസ് എ സ്ക്വയർ ഓക്കെ അല്ലെ, ഇസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ യെസ് എ സ്ക്വയർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ അഥവാ എ സ്ക്വയർ അല്ലെ മൈനസ് എന്താണ്? 4ac എന്ന് പറയുമ്പോൾ എന്താണ്? 4b സ്ക്വയർ ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെ, അഥവാ അതെന്താണ് മക്കളെ? അത് 1 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ഓക്കെ. റെഡി അല്ലേ? ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റണം. ഓക്കെ മക്കളെ, നിങ്ങളുടെ ഇവിടെ ഓപ്ഷൻ ബി എന്ന് നോക്കിയാട്ടെ അല്ലെ. ഓപ്ഷൻ ബിയും ഈ രണ്ട് സാധനങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. എന്താ ഓപ്ഷൻ ബി പറയുന്നത്? എ സ്ക്വയർ ഇൻറ്റു അല്ലെ എന്താണ്? എ സ്ക്വയർ മൈനസ് 4b ഇസ് ഈക്വൽ ടു എന്താണ്? 1 എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ ഇവിടുന്ന് എ സ്ക്വയർ ഉണ്ടാക്കുകയാണ് അല്ലെ. മക്കളെ ഇവിടുന്ന് എ സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? സീക്ക് ആൽഫ പ്ലസ് ടാൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b സ്ക്വയർ ആണ്. ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 4b സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, സീക്ക് ആൽഫ മൈനസ് ടാൻ ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കാം, നമ്മൾ ഇവർ രണ്ട് പേരെയും എന്താക്കാം? നമ്മൾ ഇതെന്താക്കാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പോൾ അവരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ്? എ സ്ക്വയർ ഇൻറ്റു അല്ലെ എന്താണ്? യെസ്, എ സ്ക്വയർ മൈനസ് 4b സ്ക്വയർ അല്ലെ, അതെന്താണ് കിട്ടുക നോക്കുക അല്ലെ. അത് 1 കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി എന്തായി? ശരിയായി. റെഡി അല്ലേ? അപ്പോൾ ആ ഒബ്സർവേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആൽഫ ഇൻറ്റു ബീറ്റ കൂടി നമുക്ക് എന്താക്കാം? എഴുതി വെക്കാം അല്ലെ. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടേം അല്ലെ. ആൽഫ ഇൻറ്റു ബീറ്റ എന്താണ്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, സി ബൈ എ അല്ലെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബി സ്ക്വയർ എന്ന് വരും. മക്കളെ ക്ലിയർ ആയോ? റെഡി അല്ലേ? അപ്പോൾ ആദ്യം ഇത് രണ്ടും ഒബ്സർവ് ചെയ്തു. ഓക്കെ, അത് കിട്ടുന്നതിന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ അല്ലെ. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീക്ക് ആൽഫ പ്ലസ് ടാൻ ആൽഫ ദ ഹോൾ സ്ക്വയർ അല്ലെ. സീക്ക് ആൽഫ പ്ലസ് ടാൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? ഇൻറ്റു അല്ലെ അതേപോലെ തന്നെ ഇവൻ എന്താണ് മക്കളെ ശ്രദ്ധിക്കുക? സീക്ക് ആൽഫ അല്ലെ സീക്ക് ആൽഫ മൈനസ് ടാൻ ആൽഫ ദ ഹോൾ സ്ക്വയർ. ഓക്കെ ഓക്കെ റെഡി അല്ലേ? മക്കൾ ഈ രണ്ട് പേരുടെയും നമുക്ക് എന്താക്കാം? ഈ ഹോൾ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കോമൺ ആയിട്ട് ഇടാം. റെഡി അല്ലേ? ഹോൾ സ്ക്വയർ കോമൺ. അപ്പോൾ ഇതെന്തായി ശ്രദ്ധിക്കുക, ഇതെന്താണ്? യെസ്, ദിസ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എന്താണ് മക്കളെ? എ മൈനസ് ബി അല്ലെ. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? വി നോ ഇറ്റ് ഈസ് വാട്ട്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ്? യെസ്, സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് എന്താണ് മക്കളെ? ടാൻ സ്ക്വയർ ആൽഫ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 1 ആണ്. ഓക്കെ അല്ലെ. സോ എ സ്ക്വയർ ഇൻറ്റു അല്ലെ എ സ്ക്വയർ മൈനസ് 4b സ്ക്വയർ അല്ലെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1 എന്ന് കിട്ടി. ഓക്കെ, സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഒബ്സർവേഷനിലേക്ക് പോകണം. ഓക്കെ, ഇനി അതോ ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ എനെ കുറിച്ച് ആലോചിക്കുക അല്ലെ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഇതുവരെ ഇവർ രണ്ടുപേരെയും എന്താക്കാണ്? മൾട്ടിപ്ലൈ ആണ് അല്ലെ. അഥവാ ഇവനെ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാട്ടെ? ഇവിടെ ആൽഫ ഇൻറ്റു ബീറ്റു അല്ലല്ലോ മക്കളെ. യെസ്, സീക്ക് ആൽഫ ഇൻറ്റു സീക്ക് ബീറ്റി അല്ലേ. ഓക്കെ, സീക്ക് ആൽഫ ഇൻറ്റു സീക്ക് ബീറ്റി അല്ലേ. റെഡി അല്ലേ? സോറി, സീക്ക് ആൽഫ ഇൻറ്റു ടാൻ ആൽഫ അല്ലേ. റെഡി അല്ലേ? ശ്രദ്ധിക്കുക, അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേണം എന്താക്കാൻ? മുന്നോട്ടേക്ക് പോകാൻ. മനസ്സിലായല്ലേ? അപ്പോൾ ആ ഒബ്സർവേഷൻ ആണ് മക്കളെ എന്ത് ഇവിടുത്തെ കിങ്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ?
യെസ് ഓക്കെ ദെൻ ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ മൾട്ടിപ്ലൈ ബി സ്ക്വയറിനെ മൾട്ടിപ്ലൈ അല്ലെ ഇതുപോലെ തന്നെ ഇവനെ സ്ക്വയർ ചെയ്തതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ 1 കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. റെഡി അല്ലേ? യെസ് ഓക്കെ ദെൻ മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ എന്താണ്? ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ ദെൻ ദ റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് 5 plus AB is greater than 0 on S is. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ സിമ്മട്രിക് ആണോ അല്ല ട്രാൻസിറ്റീവ് ആണോ അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. ഓക്കെ അപ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമുക്ക് എന്താക്കാം റിഫ്ലെക്സീവ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു സാധനം റിഫ്ലെക്സീവ് ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ സിമ്മട്രിക് ആണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ജനറലി എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ? അല്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. റെഡി അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ എന്താണ് 5 plus AB greater than 0 അല്ലേ? അപ്പോൾ അത് റിഫ്ലെക്സീവ് ആണെങ്കിൽ മക്കളെ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താവണം പറഞ്ഞിട്ട് യെസ് എ കോമ എ ബിലോങ്സ് ടു എന്തായിരിക്കണം? ആർ ആയിരിക്കണം. റെഡി അല്ലേ? എ കോമ എ ബിലോങ്സ് ടു ആർ ആകുമ്പോഴാണ് അത് എന്താവുക? റിഫ്ലെക്സീവ് ആവുക അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ റിലേഷനിൽ മെമ്പർ ആണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് 5 plus AB ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അപ്പോൾ എ കോമ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ അല്ലേ എന്താണ് യെസ് 5 പ്ലസ് എന്താണ് എ ഇൻറ്റു എ എന്താവണം മക്കളെ? ഗ്രേറ്റർ ദാൻ 0 ആവണം. ആണോ? യെസ് ആണ്. കാരണം 5 പ്ലസ് എ സ്ക്വയർ എപ്പോഴും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ബിക്കോസ് 5 എന്ന് പറഞ്ഞ ചങ്ങാതി എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? എ സ്ക്വയറും എന്താണ് മക്കളെ? പോസിറ്റീവ് ആണ്. റെഡി അല്ലേ? സോ 5 പ്ലസ് എ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ അത് എന്താണ് മക്കളെ? പോസിറ്റീവ് ആണ് അല്ലെ? ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമ്മൾ അവിടെ വേണ്ട. ഓക്കെ എന്നാണ് അർത്ഥം. റെഡി അല്ലേ? അപ്പോൾ അവനെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഓക്കെ അപ്പോൾ റിഫ്ലെക്സീവ് അല്ല എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് എന്താകാം? ഇവിടുന്ന് വെട്ടാം. റെഡി അല്ലേ? റിഫ്ലെക്സീവ് അല്ല എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് എന്താകാം? വെട്ടാം. റെഡി അല്ലേ? ദെൻ ഇനി അടുത്തത് സിമ്മട്രിക് ആണോ? യെസ് എന്താ മക്കളെ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ? സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ അല്ലെ? ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ അല്ലെ ദെൻ എന്താവണം? ബി കോമ എ ആൾസോ ബിലോങ്സ് ടു ആർ ആയിരിക്കണം അല്ലെ? ഇതാണ് എന്ത്? യെസ് സിമ്മട്രിക് ആവാനുള്ള കണ്ടീഷൻ. ശരിയല്ലേ? അപ്പോൾ സിമ്മട്രിക് ആണോ നമുക്ക് നോക്കാം അല്ലെ? നമുക്കറിയാം ഇഫ് എ B belongs to R. റെഡി അല്ലേ? if A, B belongs to R അല്ലെ? if A, B belongs to R ആണെങ്കിൽ അല്ലെ നമുക്കറിയാം 1 plus A into B എന്തായിരിക്കും പറഞ്ഞിട്ട്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലെ? സോറി 1 പ്ലസ് അല്ല 5 plus A into B എന്തായിരിക്കും മക്കളെ? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എടാ റെഡി അല്ലേ? A, B belongs to R ആണെങ്കിൽ. ഓക്കെ അതായത് നമ്മുടെ എന്താ പറയുക റിലേഷനിലെ മെമ്പർ ആണെങ്കിൽ. റെഡി അല്ലേ? എടാ മക്കളെ നിങ്ങൾ ആലോചിക്കുക 5 plus A into B ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലെ നമുക്ക് ഉറപ്പായിട്ട് പറയാം എന്താണ്? 5 plus B into A എന്താണ്? അതും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. റെഡി അല്ലേ? കാരണം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ് മക്കളെ? കമ്മ്യൂട്ടേറ്റീവ് ആണ്. റെഡി അല്ലേ? യെസ് അങ്ങനെ 5 plus B into A ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അല്ലേ നമുക്കറിയാം അല്ലെ എന്താണ്? B, A എന്താണ്? ബിലോങ്സ് ടു ആർ ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ A, B ബിലോങ്സ് ടു ആർ ആണെങ്കിൽ B, Aയും ബിലോങ്സ് ടു ആർ ആണ് നമ്മൾ എന്താക്കി? പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ A, B ബിലോങ്സ് ടു ആർ ആണെങ്കിൽ 5 plus AB ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ? 5 plus AB ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 5 plus BAയും ഗ്രേറ്റർ ദാൻ 0 ആണ്. 5 plus BA ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ B, A എന്താണ്? ബിലോങ്സ് ടു എന്താണ്? ആർ ആണ് അല്ലെ? അപ്പോൾ അവൻ എന്താണ്? സിമ്മട്രിക് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്മട്രിക് അല്ല എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് എന്താക്കാം? നമുക്ക് വെട്ടാം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ നോട്ട് സിമ്മട്രിക് അല്ലെ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് എന്താക്കാം? വെട്ടാം. റെഡി അല്ലേ? യെസ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി നമ്മൾ എന്താക്കി? വെട്ടി അല്ലേ? ഇനി അഥവാ നമ്മൾ ഇവിടെ എന്താ പറയുക ഇനി കറക്കി കുത്തുന്നുണ്ടെങ്കിൽ തന്നെ ഓപ്ഷൻ എയിൽ നിന്നും അല്ലേ റെഡി അല്ലേ? ഓപ്ഷൻ എയിൽ നിന്നും അല്ലേ അതേപോലെ തന്നെ എവിടെ നിന്നും വെട്ടണം നമ്മൾ? ഓപ്ഷൻ സോറി ഏത് നമ്മൾ വെട്ടിയത്? യെസ് നോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ എന്താക്കി? വെട്ടിക്കളഞ്ഞു. റെഡി അല്ലേ? ഇനി അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി അടുത്ത് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്കറിയാം 75% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ വേൾഡ് ആർ നോട്ട് ട്രാൻസിറ്റീവ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതല്ല എന്ന് നമ്മൾ എന്താക്കേണ്ടത്? ആലോചിക്കേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ റിലേഷനിൽ മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് A, B ബിലോങ്സ് ടു ആർ അല്ലേ എന്താണ്? യെസ് 5 plus AB എന്താവണം മക്കളെ? ഗ്രേറ്റർ ദാൻ 0 ആവണം. റെഡി അല്ലേ? 5 plus AB ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ് നമുക്ക് നോക്കാം. റെഡി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടി തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റാണ് അല്ലെ? AB ഗ്രേറ്റർ ദാൻ എന്താണ്? -5 ആക്കാണ്. റെഡി അല്ലേ? അപ്പം ഞാൻ ആദ്യം ആലോചിക്കുന്നത് ട്രാൻസിറ്റീവ് ആക്കാതിരിക്കാനുള്ള എക്സാമ്പിൾസ് ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ? അപ്പോൾ ജനറലി പ്രൂവ് ചെയ്താൽ മാത്രമേ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? അല്ല എന്ന് പറയാൻ നമുക്ക് എന്താക്കിയാൽ മതി? ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. റെഡി അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം ഞാൻ അപ്പോൾ A into B ഗ്രേറ്റർ ദാൻ -5 കിട്ടുന്ന ഒരു റിലേഷൻ എടുക്കുകയാണ്. ഓക്കെ ശ്രദ്ധിക്കുക, സിമ്പിളി പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? 1, എന്താണ് 0. ഓക്കെ 1, 0 അല്ലേ?
നമ്മൾ എടുക്കുകയാണ് അല്ലേ, കാരണം അങ്ങനെയാണെങ്കിൽ 1 into 0 അല്ലെ എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ -5 ആണ്. ഓക്കെ, സമ്മതിച്ചു. ഇനി ഈ 0 ഞാൻ എന്ത് ചെയ്യാണ്, മറ്റൊരാളുമായിട്ട് എന്താണ് റിലേഷൻ ഉണ്ടാക്കുകയാണ്, -6ഉമായിട്ട്. റെഡി അല്ലേ? സോ 0 into -6 അല്ലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതും എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണ് -5 ആണ്, അതും സമ്മതിച്ചു. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണ് ബിലോങ്സ് ടു R ആണ്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്താവണം, യെസ് ഓക്കെ 1, -6ഉം എന്തായിരിക്കണം മക്കളെ, ബിലോങ്സ് ടു R ആയിരിക്കണം. റെഡി അല്ലേ? 1, -6ഉം എന്തായിരിക്കണം, ബിലോങ്സ് ടു R ആയിരിക്കണം. ഓക്കെ അല്ലേ? 1, -6 ബിലോങ്സ് ടു R ആണ് അല്ലെ, എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാട്ടെ, ശ്രദ്ധിക്കുക. 1 into -6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -6 ആണ് അല്ലെ, അതെന്തല്ല ഗ്രേറ്റർ ദാൻ -5 അല്ല അല്ലെ, ബട്ട് അതെന്താണ് ലെസർ ദാൻ എന്താണ് -5 ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ മതി ഇവൻ എന്തല്ല എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാ, നമ്മൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ് എ ആൻഡ് ബി ബി എനി 2 3x3 സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് റെസ്പെക്റ്റീവ്ലി, then which of the following is not true? റെഡി അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ട്രൂ അല്ലാത്തതെന്ന് ചോദിച്ചാൽ നോട്ട് ട്രൂ. റെഡി, നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ എന്നിട്ട് അവർ ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. നമ്മൾ തന്ന ഡാറ്റ കൊടുക്കുക അല്ലെ, എ ആൻഡ് ബി ആർ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് എഴുതാം അല്ലെ, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം മക്കളെ, -b എന്ന് എഴുതാം. റെഡി അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് a⁻8 b⁻8 സിമെട്രിക് ആവണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക a⁻8 അല്ലെ, അത് സിമെട്രിക് ആവണമെങ്കിൽ a⁻8 - b⁻8 ദ ഹോൾ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം പറഞ്ഞാട്ടെ, യെസ് a⁻8 - b⁻8 തന്നെ കിട്ടണം അല്ലെ. അപ്പോൾ മാത്രമേ അതെന്താവുള്ളൂ, സിമെട്രിക് ആവുള്ളൂ. നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താക്കാണ്, a⁻8 - b⁻8 ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുകയാണ് അല്ലെ. വാട്ട് ഇസ് ദാറ്റ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ നമുക്കറിയാം എന്താണ് a⁻8 ഹോൾ ട്രാൻസ്പോസ് അല്ലെ മൈനസ് എന്താണ് b⁻8 ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട്. റെഡി അല്ലേ? അപ്പോൾ എന്താണ് a⁻8 ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ് a ട്രാൻസ്പോസ് ദ ഹോൾ പവർ 8 അല്ലെ. എന്താണ് b⁻8 ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കറിയാം b ട്രാൻസ്പോസ് ഹോൾ പവർ 8 ആണ്. റെഡി അല്ലേ? അപ്പോൾ a ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ് a ആണ്. അപ്പോൾ ഇവിടെ a⁻8 എന്ന് കിട്ടി അല്ലെ. b ട്രാൻസ്പോസ് വി നോ ഇറ്റ് ഈസ് വാട്ട് -b ആണ്. അപ്പോൾ -b ദ ഹോൾ പവർ 8 എന്ന് കിട്ടി. റെഡി അല്ലേ? സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയാണ് മക്കളെ, a⁻8 മൈനസ് ഓക്കെ വാട്ട് ഇസ് -b ദ ഹോൾ പവർ 8, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ് b⁻8 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ യെസ് a⁻8 - b⁻8 ദ ഹോൾ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇതെന്താ തന്നെ കിട്ടി, a⁻8 - b⁻8 തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ എ എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാതെ സിയിലേക്ക് പോവാണ്, കാരണം ബി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് വേഗം എളുപ്പമുള്ള വേഗം ചെക്ക് ചെയ്ത് വിടുന്നതാണ് നല്ലത്. റെഡി, അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം b⁻7 - a⁻7 സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ b⁻7 - a⁻7 സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ അല്ലെ, നമുക്കറിയാം b⁻7 - a⁻7 ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ദാറ്റ് ഈസ് സംതിങ് വാട്ട് b⁻7 ദ ഹോൾ ട്രാൻസ്പോസ് എന്താവണം മക്കളെ, നെഗറ്റീവ് ഓഫ് നോക്കണേ, നെഗറ്റീവ് ഓഫ് എന്താണ്, യെസ് b⁻7 - a⁻7 അല്ലെ ഹോൾ ട്രാൻസ്പോസ് എന്ന് കിട്ടണം. റെഡി അല്ലേ? നെഗറ്റീവ് ഓഫ് b⁻7 - a⁻7 എന്ന് കിട്ടണം. ഓക്കെ, അത് കിട്ടുമോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നോക്കാം. റെഡി, ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് b⁻7 - a⁻7 ഹോൾ ട്രാൻസ്പോസ് ഞാൻ ചെയ്യാണ്. റെഡി, വാട്ട് ഇസ് ആട്ടെ മക്കളെ, b⁻7 അല്ലെ മൈനസ് എന്താണ് a⁻7 ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെ എന്ത് കിട്ടുവാണ് മക്കളെ നോക്കിയാട്ടെ, യെസ് വാട്ട് ഇസ് ആട്ടെ യെസ് b⁻7 ദ ഹോൾ ട്രാൻസ്പോസ് അല്ലെ മൈനസ് എന്താണ് a⁻7 ദ ഹോൾ ട്രാൻസ്പോസ്. ശരിയല്ലേ? എന്താണ് b⁻7 ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കറിയാം എന്താണ് b ട്രാൻസ്പോസ് ഹോൾ പവർ 7 അല്ലെ. എന്താണ് a⁻7 ദ ഹോൾ ട്രാൻസ്പോസ് നമുക്കറിയാം a ട്രാൻസ്പോസ് ഹോൾ റൈസ് ടു 7. റെഡി അല്ലേ മക്കളെ? ഇത് b ട്രാൻസ്പോസ് v നോ എന്താണ് -b ആണ് എടാ. റെഡി അല്ലേ? a ട്രാൻസ്പോസ് എന്ത് തന്നെയാണ് മക്കളെ, a തന്നെയാണ്. റെഡി അല്ലേ? സോ -b ദ ഹോൾ റൈസ് ടു 7 അല്ലെ, ഹോൾ റൈസ് ടു 7 ആണ് അല്ലെ. അപ്പോൾ എന്താണ് യെസ് മൈനസ് ഓക്കെ അല്ലെ എന്താണ് b⁻7 അല്ലെ മൈനസ് a⁻7. റെഡി അല്ലേ? ഓക്കെ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ് നെഗറ്റീവ് ഓഫ് b⁻7 - a⁻7 അല്ലെ, അതിന് ഈക്വൽ അല്ല അല്ലെ. അതിന് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവൻ എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ, സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് നോട്ട് ട്രൂ ആയുള്ള ആൻസർ. നമുക്ക് ഇവിടെ നോട്ട് ട്രൂ ആണ് വേണ്ടത്. റെഡി, യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
for a matrix A is equal to 1 by root 3 minus alpha, alpha, beta. A into A transpose is equal to I2. Then the value of alpha raised to 4 plus beta raised to 4 is. Okay. എടാ മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, മക്കൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 by root 3 അല്ലെ, പിന്നെ എന്താണ് മൈനസ് ആൽഫ, പിന്നെ എന്താണ് ആൽഫ ബീറ്റ അല്ലെ, ഇതാണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇതാണ് എ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി മക്കളെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root 3 അല്ലെ, പിന്നെ എന്താണ് ആൽഫ അല്ലെ, പിന്നെ എന്താണ് മൈനസ് ആൽഫ അല്ലെ, അതേപോലെ എന്താണ് ബീറ്റ അല്ലെ, ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നോക്കണം. റെഡി അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? 1 by root 3 into 1 by 3, we know it is 1 by 3 അല്ലെ. 1 by root 3 into alpha നമുക്ക് ഓക്കെ ശ്രദ്ധിക്കുക, മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് ആൽഫ അല്ലെ, നമുക്കറിയാം എന്താണ് യെസ് ആൽഫ സ്ക്വയർ അല്ലെ, പ്ലസ് ആൽഫ സ്ക്വയർ അല്ലെ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഹിൻഡ് കിട്ടി തുടങ്ങി അല്ലെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് I2 കിട്ടുന്നതാണ് അല്ലെ. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, I2 എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, 1 0 0 1 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ കിട്ടി തുടങ്ങി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ ശ്രദ്ധിക്കുക, അപ്പോൾ 1 by 3 പ്ലസ് എന്താണ് മക്കളെ, ഇവിടെ ആൽഫ സ്ക്വയർ എന്ന് കിട്ടി. റെഡി അല്ലേ? പിന്നെ ഓക്കെ റെഡി അല്ലേ? ദെൻ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു 1 by root 3 ഇൻറ്റു ആൽഫ അല്ലെ, അഥവാ 1 by root 3 ആൽഫ അല്ലെ, 1 by root 3 ആൽഫ അല്ലെ, പിന്നെ എന്താണ് മക്കളെ ശ്രദ്ധിക്കുക, മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ് ഇറ്റ് ഈസ് വാട്ട് മൈനസ് ആൽഫ ബീറ്റ. റെഡി അല്ലേ? ഇനി അടുത്തത് ആൽഫ ഇൻറ്റു 1 by root 3, യെസ് 1 by root 3 ആൽഫ അല്ലെ, പിന്നെ എന്താണ് മൈനസ് ആൽഫ ബീറ്റ. റെഡി അല്ലേ? ആൻഡ് ഫൈനലി ഇവിടെ ആൽഫ സ്ക്വയർ പ്ലസ് എന്തുണ്ട്, ബീറ്റ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ. അപ്പോൾ മക്കളെ ഇവിടെ നമുക്ക് എല്ലാത്തിനും ഏകദേശം എന്തായി, ഉത്തരമായി അല്ലേ. അതായത് നമുക്കിവിടെ നിങ്ങൾ നോക്കിയാട്ടെ, 1 by 3 പ്ലസ് ആൽഫ സ്ക്വയർ ഇസ് ഇക്വൽ ടു അല്ലെ, ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 1 by 3 അല്ലെ പ്ലസ് ആൽഫ സ്ക്വയർ ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോൾ ആൽഫ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 മൈനസ് 1 by 3 അല്ലെ, 1 മൈനസ് 1 by 3 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ ഇസ് ഇക്വൽ ടു നമുക്ക് 2 by 3 എന്ന് കിട്ടി. റെഡി അല്ലേ? യെസ് ആൽഫ സ്ക്വയർ ഇസ് സംതിങ് ബട്ട് 2 by 3 അല്ലെ. ഇത് നമുക്ക് എന്ത് കിട്ടാം, നമുക്ക് ബീറ്റ സ്ക്വയർ വേണം. റെഡി അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും എന്താണ് ഇക്വേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പോൾ അഥവാ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ് മക്കളെ, 1 ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ബീറ്റ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 മൈനസ് ആൽഫ സ്ക്വയർ, അതാ 1 മൈനസ് 2 by 3 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, 1 by 3 ആണ്. റെഡി അല്ലേ? യെസ് ഓക്കെ. ദെൻ ഇനി നമുക്ക് എന്താണ് വേണ്ടത് മക്കളെ ശ്രദ്ധിക്കുക, യെസ് ആൽഫ റൈസ് 4 പ്ലസ് എന്താണ് ബീറ്റ റൈസ് 4 ആണ് അല്ലെ. അതായത് ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലെ പ്ലസ് എന്താണ് മക്കളെ, ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലെ, അതാണ് വേണ്ടത്. റെഡി അല്ലേ? അപ്പോൾ ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് 2 by 3 ദ ഹോൾ സ്ക്വയർ അല്ലെ, ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, 1 by 3 ദ ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? സോ വാട്ട് ഇസ് ദാറ്റ്, യെസ് 4 by 9 പ്ലസ് 1 by 9 അല്ലെ എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് വരും, യെസ് 5 by 9 എന്ന് വരും. ഓക്കെ അല്ലേ? സോ വിച്ച് ഓപ്ഷൻ is correct? Option D ആണ് correct answer. Already? Then ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, the sum of the real roots of the equation x minus 1 the whole square അല്ലെ പ്ലസ് മോഡുലസ് ഓഫ് x minus 3 is equal to 10 is. ഓക്കെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, മോഡുലസ് ഉള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ മോഡുലസ് ഉള്ള ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മോഡുലസിനെ മാറ്റണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് മോഡുലസിനെ മാറ്റുക, യെസ് മോഡുലസ് ഓഫ് x minus 3 അല്ലെ is equal to എന്താണ്, x minus 3 when x greater than or is equal to 3 അല്ലെ. അതേപോലെ തന്നെ നെഗറ്റീവ് ഓഫ് x minus 3 അഥവാ അതാണ് 3 മൈനസ് എക്സ് അല്ലെ, അതെപ്പോഴാണ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് 3 സോറി വെൻ എക്സ് ലെസ് ദാൻ 3 അല്ലെ. നമ്മളിത് പല തവണകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓൾറെഡി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് അല്ലെ, അഥവാ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 അല്ലെ, വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 അല്ലെ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലെ പ്ലസ് ആ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 3 തന്നെയാണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 10 എന്ന് കിട്ടി അല്ലെ. എന്താണ് മക്കളെ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ആണ് അല്ലെ, പ്ലസ് ഇവിടെ എന്തുണ്ട് എക്സ് മൈനസ് 3 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. റെഡി അല്ലെ? അപ്പോൾ അഥവാ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലെ, ഇവിടെ പിന്നെ ഇവിടെ മൈനസ് 3 ഓക്കെ യെസ് ഓക്കെ മൈനസ് 12 അല്ലെ മക്കളെ, യെസ് 12 അല്ലെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും പറഞ്ഞിട്ട് 0 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 2x അല്ലല്ലോടാ ഗൈസ്, മൈനസ് 2x അല്ല മൈനസ് എക്സ് ആണ് അല്ലേ, കാരണം ഇവിടെ മൈനസ് 2x ഉണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ട് പ്ലസ് എക്സ് ഉണ്ട് അല്ലെ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 അല്ലെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ, 0 എന്ന് കിട്ടി.
ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -12ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് -4ഉം അതേപോലെ എന്താണ് +3ഉം ആണ് അല്ലേ? സോ x - 4 × x + 3 = 0 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ x = 4 എന്ന് കിട്ടും അല്ലേ? അതേപോലെ എന്താണ് x = -3 എന്ന് കിട്ടും. റെഡി അല്ലേ? ആൻഡ് ആൾസോ നമുക്കറിയാം ഇവിടെ x is greater than or is equal to 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ x is equal to -3 we cannot accept അല്ലേ? കാരണം നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ x greater than or is equal to 3 ആണ് അല്ലേ? അപ്പോൾ 3നേക്കാൾ വലിയ നമ്പർ മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് when x less than 3 അല്ലേ? x less than 3 ആകുന്ന സമയത്ത് അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? യെസ് x - 1 the whole square അല്ലേ? പ്ലസ് ഇതെന്തായി മക്കളെ 3 - x അല്ലെ is equal to 10 എന്ന് കിട്ടി അല്ലെ? സോ ഇവിടെ x² - 2x അല്ലെ +1 അല്ലെ +3 - x is equal to എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ x² അല്ലെ -3x അല്ലെ, പിന്നെ എന്താണ് ഇവിടെ 1 + 3 4 ആണ് അല്ലെ? ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? യെസ് -6 എന്ന് വരും. ശരിയല്ലേ? കാരണം 4 ഓക്കെ is equal to 0. റെഡി? അപ്പോൾ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കി. മൾട്ടിപ്ലൈ ചെയ്താൽ 3 -6ഉം ആഡ് ചെയ്താൽ -6 അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ നമ്മുടെ മെത്തേഡിലേക്ക് പോവാണ് അല്ലെ? ഏതാണ്? യെസ്, x is equal to -b + or - അല്ലെന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ഓക്കെ അല്ലെ? ആ മെത്തേഡിലേക്ക് പോവാണ്. അപ്പോൾ x is equal to -3 അല്ലെ -b അല്ലെന്ന് പറയും മൈനസ് ഓഫ് എന്താണ് -3 അല്ലെ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ വാട്ട് ഇസ് ദാറ്റ് b² - 4ac അല്ലെ? b² എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ ശ്രദ്ധിക്കുക. യെസ് ഓക്കെ 9 ഓക്കെ 9 റെഡി അല്ലെ? 9 മൈനസ് എന്താണ് മക്കളെ 4ac അല്ലെ? 4ac എന്ന് പറയുമ്പോൾ എന്താണ്? യെസ് 4 ഇൻറ്റു അല്ലെ? യെസ് 4 ഇൻറ്റു -6 ഇൻറ്റു എന്താണ് 1 ആണ് അല്ലെ? എന്ന് പറയുമ്പോൾ അതെന്താണ്? യെസ് ഇറ്റ് ഈസ് വാട്ട് +24 എന്ന് വരും. റെഡി അല്ല? ഡിവൈഡഡ് ബൈ അല്ലെ? താഴെ എന്തൊരു 1 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ x is equal to എന്താണ്? 3 + or - സ്ക്വയർ റൂട്ട് ഓഫ് 33 അല്ലെ? ഡിവൈഡഡ് ബൈ അല്ലെ 2a ആണ്, ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ 2 × 1 എന്നാണ് 2 ആണ് വരിക. റെഡി അല്ലെ? 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക x is equal to നമുക്ക് എന്താണ് 3 + സ്ക്വയർ റൂട്ട് ഓഫ് 33 ഡിവൈഡ് ബൈ 2 അല്ലെ? അതേപോലെ തന്നെ x is equal to 3 മൈനസ് എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 33 ഡിവൈഡ് ബൈ 2 അല്ലെ? എന്ന് പറഞ്ഞ രണ്ട് സൊല്യൂഷൻസ് കിട്ടും അല്ലെ? അപ്പോൾ അതിൽ ഇവനെ ഞാൻ എന്ത് ചെയ്യുകയാണ് മക്കളെ ശ്രദ്ധിക്കുക. ഇവനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവനെ ഞാൻ റിജക്റ്റ് ചെയ്യാണ് അല്ലെ? എന്തുകൊണ്ടാണ്? ഇവിടെ x less than 3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇത് greater than 3 ആണ് അല്ലെ? 3 + സ്ക്വയർ റൂട്ട് ഓഫ് 33 എന്ന് പറഞ്ഞാൽ റെഡി അല്ലേ? പക്ഷെ ഇവനെ നമുക്ക് എന്ത് ചെയ്യാൻ മക്കളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവൻ എന്താണ്? x less than 3 തന്നെയാണ് അല്ലേ? കാരണം 3 മൈനസ് ഒരു നമ്പർ ആണ് അല്ലേ? ഇവിടെ ആണെങ്കിൽ എന്താണ്? യെസ് 3 പ്ലസ് ഒരു നമ്പർ ഡിവൈഡ് ബൈ 2 ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, കാരണം സ്ക്വയർ റൂട്ട് ഓഫ് 33 എന്ന് പറയുമ്പോൾ അത് ഏകദേശം എന്ത് വരിക? 5 പോയിന്റ് സംതിങ് വരും. അപ്പോൾ 3 + 5 പോയിന്റ് സംതിങ് ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിംപ്ലി greater than 3 ആണ്. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലെസ് ദാൻ 3 മാത്രമേ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഒന്ന് x is equal to എന്താണ് 4 ആണ് അല്ല, മറ്റേ എന്താണ് പറഞ്ഞാട്ടെ? യെസ് ഓക്കെ അല്ലെ? ഇവനാണ്. എടാ റെഡി അല്ലേ? യെസ് റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരുടെ സമ്മാണ് വേണ്ടത് അല്ലെ? അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8+ അല്ലെ? ഇവിടെ 2 + 4 ഓക്കെ 8 + 3 11 minus √33 divided by 2 എന്ന് കിട്ടും. റെഡി അല്ലേ? യെസ് ഓക്കെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ് ഗൈസ്? ഓക്കെ, വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് r minus set 4 to r minus set 1 be defined as okay what is that? F of x is equal to x minus 3 divided by x minus 4 alle given alle and g r to r given by g of x is equal to 3x minus 4. Then the sum of all values of x for which f inverse of x plus g inverse of x is equal to 7 is equal to okay നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സും അതേപോലെ തന്നെ ജി ഇൻവേഴ്സ് ഓഫ് എക്സും ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? x - 3 ഡിവൈഡ് ബൈ എന്താണ്? x - 4 ആണ് അല്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ y is equal to എന്താണ്? x - 3 ഡിവൈഡ് ബൈ x - 4 എന്നാക്കി മാറ്റാണ് അല്ലേ? അപ്പോൾ ഞാനിത് ക്രോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ xy - 4y അല്ലെ is equal to എന്താണ് മക്കളെ? x - 3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി x is equal to സംതിങ്ങിലേക്ക് മാറ്റലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം എക്സ് ഉള്ള ചങ്ങാതിമാരെയൊക്കെ ഞാൻ എന്താക്കി ഒരു സൈഡിലേക്ക് വെക്കുകയാണ് അല്ലേ? y പിന്നെ എക്സ് ഇല്ലാത്തവനൊക്കെ നമുക്ക് അടുത്ത സൈഡിലേക്ക് കളയണം. അപ്പോൾ എക്സ് ഇൻറ്റു എന്താണ് മക്കളെ? y - 1 എന്ന് കിട്ടും. റെഡി അല്ലേ? ഈസ് ഈക്വൽ ടു -3 + 4y ഡിവൈഡ് ബൈ എന്താണ്? y - 1. റെഡി അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? സോറി
യെസ് ഓക്കെ. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ് എക്സ് ഇസ് ഇക്വൽ ടു -3 + 4y ഡിവൈഡ് ബൈ എന്താണ് y - 1 എന്ന് കിട്ടി. ഓക്കെ ഡൺ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇതെന്താ കിട്ടിയിരിക്കുന്നത്? ദിസ് ഈസ് സംതിങ് ബട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ് അല്ലേ, അതായത് -3 + 4y ഡിവൈഡ് ബൈ y - 1 അല്ലെ. അതിന് ഞാൻ എന്ത് ചെയ്യാണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആക്കുകയാണ് അല്ലെ. എങ്ങനെയാണ്? എക്സ് y പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വൈയിലെടുത്ത് എക്സിനെ കൊടുക്കുക അല്ലെ, അതായത് 4x - 3 ഡിവൈഡ് ബൈ എന്താണ് x - 1 എന്ന് കിട്ടും. റെഡി. ഇനി സിമിലർലി നമുക്ക് ജി ഓഫ് എക്സ് കയ്യിലുണ്ട് അല്ലെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ജി ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അല്ലെ. വാട്ട് ഇസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3x - 4 ആണ് അല്ലേടാ. അപ്പോൾ നമുക്ക് അതായത് ഇതിനെ y ഇസ് ഇക്വൽ ടു ഞാൻ എന്ത് കൊടുക്കുകയാണ്? 3x - 4 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ? y + 4 ഡിവൈഡ് ബൈ 3 അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലടാ. യെസ്, ജി ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലെ ഇസ് ഇക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ്? ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു x + 4 ഡിവൈഡ് ബൈ എന്ത് വരണം മക്കളെ? 3 എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജി ഓഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എന്താണ്? x + 4 ഡിവൈഡ് ബൈ 3 എന്ന് വരും. റെഡി അല്ലേ? നമുക്ക് വേണ്ട എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എന്താണ്? 7 ആണ്. റെഡി അല്ലേ? ജി ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എന്താണ്? 7 ആണ്. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഇസാട്ട ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? x + 4 അല്ലെ ഡിവൈഡ് ബൈ 3 അല്ലെ, പ്ലസ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത് മക്കളെ? യെസ്, 4x - 3 ഡിവൈഡ് ബൈ x - 1 അല്ലെ. 4x - 3 ഡിവൈഡ് ബൈ എന്താണ്? x - 1 ഇസ് ഇക്വൽ ടു 0 അല്ലെ. നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് അല്ലെ, അതിന്റെ സൊല്യൂഷന്റെ സം ആണ് വേണ്ടത് അല്ലെ, സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് അല്ലെ, അതിന്റെ സൊല്യൂഷന്റെ സം ആണ് വേണ്ടത് അല്ലെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, ജി ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, എന്നിട്ട് അവർ രണ്ടുപേരും ആഡ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അത് വളരെ എളുപ്പമാണ് മക്കളെ. ഇതിനെ നമുക്ക് എന്താക്കാം? സിംപ്ലിഫൈഡ് ഒക്കെ വേഗം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, ആദ്യം ഈ x - 1 ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ x - 1 ഇൻറ്റു എന്താണ്? ഇവിടെ x + 4 എന്ന് കിട്ടും അല്ലെ. ഇവിടെ ആണെങ്കിൽ 3 ഇൻറ്റു എന്താണ്? 4x - 3 എന്ന് കിട്ടും അല്ലെ. താഴെയാണെങ്കിൽ 3 ഇൻറ്റു x - 1 അല്ലെ ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞ പോലെ 3 ഇൻറ്റു x - 1 നിങ്ങൾക്ക് എന്താക്കാം? റൈറ്റ് സൈഡിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് അല്ലെ അതിനെ എന്താക്കാൻ പറഞ്ഞിട്ട് യെസ് 21 ഇൻറ്റു എന്താണ്? x - 1 എന്ന് ആക്കാം. റെഡി അല്ലേ? യെസ്, x - 1 എന്നാക്കാം. റെഡി. ദെൻ ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എന്താക്കാം? ഇതിനെ എക്സ്പാൻഡ് ഒക്കെ ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. റെഡി. അപ്പോൾ ഇവിടെ x - 1 ഇൻറ്റു x + 4 അല്ലെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് x² അല്ലെ -3x അല്ലെ -4 എന്ന് കിട്ടി അല്ലെ. ഇവിടെ ആണെങ്കിലോ മക്കളെ ഈ 12x അല്ലെ 12x - 9 എന്ന് കിട്ടി അല്ലെ. ഇവിടെ ആണെങ്കിൽ 21x മൈനസ് എന്തായി? 21 എന്ന് കിട്ടി. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ -3x 12x അല്ലെ, നമുക്കറിയാം എന്താണ്? 12 - 3 9 ആണ്. ഓക്കെ, 9x ഉണ്ട് അല്ലെ. ഇവിടെ മൈനസ് എന്താണ്? അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -11x ആയിട്ട് മാറും. റെഡി അല്ലേ? യെസ് ഓക്കെ. ദെൻ ഇനി അടുത്തത് ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് ടേമിനെ വെച്ച് കളിക്കുമ്പോൾ ഇവിടെ -4 അതേപോലെ -9 എന്നുണ്ട് അല്ലെ. വാട്ട് ഇസ് -13 ആണ് അല്ലെ. ഇവരും കൂടെ 21 അല്ലെ. അപ്പോൾ ഇവിടെ 21 - 13 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇനി സംതിങ് ബട്ട് 8 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? 0 എന്ന് കിട്ടും. ഓക്കെ, സോ x² - 11x + 8 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ സം ഓഫ് ദി റൂട്ട്സ് ആണ് ഓക്കെ നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇവന്റെ സൊല്യൂഷൻ അഥവാ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇക്വൽ ടു 7 അല്ലെ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ സൊല്യൂഷൻ അല്ലെ. നമുക്കറിയാം എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തായിരുന്നു? 4x - 3 ഡിവൈഡ് ബൈ x - 1 അല്ലടാ. ഓക്കെ, യെസ് 4x - 3 അല്ലെ. 4x - 3 ഡിവൈഡ് ബൈ എന്താണ്? x - 1 അല്ലെ. ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? x + 4 ഡിവൈഡ് ബൈ എന്താണ്? 3 അല്ലെ ഈസ് ഈക്വൽ ടു എന്ത്? 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എന്താക്കാം? നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് അല്ലെ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെ. സം ഓഫ് സൊല്യൂഷൻ ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് സം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ 12x അല്ലെ. യെസ് 12x - 9 എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ ആണെങ്കിലോ യെസ് x - 1 ഇൻറ്റു എന്താണ്? x + 4 അല്ലെ. താഴെയാണെങ്കിൽ യെസ് 3 ഇൻറ്റു x - 1 അല്ലെ ഈസ് ഈക്വൽ ടു 7. നമുക്കറിയാം ഈ 3 ഇൻറ്റു x - 7 റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരണം മക്കളെ? യെസ് 21 ഇൻറ്റു എന്താണ്? x - 7 എന്ന് വരും. റെഡി അല്ലേ? സോറി 3 ഇൻറ്റു x - 1 ആണ് അല്ലെ, അഥവാ 21 ഇൻറ്റു എന്താണ്? x - 1 എന്ന് വരും. റെഡി അല്ലേ? യെസ് ഓക്കെ. ദെൻ നമുക്ക് എന്താക്കാം? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 12x - 9 അല്ലെ. ഇത് നമുക്കറിയാം x² അല്ലെ
പിന്നെ എന്താണ് മക്കളെ പ്ലസ് 3x അല്ലെ -4 എന്ന് വരും അല്ലെ. ഇതാണെങ്കിൽ 21x മൈനസ് എന്ത് വരും 21 എന്ന് വരും. റെഡി. അപ്പോൾ ഇവിടെ x² അല്ലെ, പിന്നെ എന്താണ് ഈ 12x അല്ലെ പ്ലസ് 3x നമുക്കറിയാമ്പോൾ എന്താണ് 15x ആണ് അല്ലെ. -21x എന്ന് പറയുമ്പോൾ നമുക്കറിയാമ്പോൾ എന്താണ് -6x ആണ്. ഓക്കെ, പിന്നെ ഇവിടെ -13 ഉണ്ട് അല്ലെ. -13 ഇവിടെ എന്താണ് ഇങ്ങോട്ട് +2, അപ്പോൾ ഇത് 8 എന്ന് വരും അല്ലെ, ഇസ് ഈക്വൽ ടു 0. റെഡി അല്ലെ. വി നോ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെ, അഥവാ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ സം ഓഫ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്, സം ഓഫ് റൂട്ട് ആണ് വേണ്ടത് അല്ലെ. സോ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും പറഞ്ഞിട്ട് യെസ് -6 അല്ലെ ഡിവൈഡ് ബൈ 1 അല്ലെ, നെഗറ്റീവ് ഓഫ് coefficient of x divided by 1 അഥവാ നമുക്ക് എന്ത് കിട്ടിയടാ 6 എന്ന് കിട്ടി. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ. Then next question എന്താണ്? The value of the expression 2 cos 80 degree plus 1 divided by 2 cos 10 degree plus 1. ഓക്കെ മക്കളെ, ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ചെയ്യുന്നു അതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കൊരു ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്ത് വെക്കാം അല്ലെ. അങ്ങനെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ചപ്പട്ടപ്പെന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ, മക്കളെ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. റെഡി. നമുക്കറിയാം അല്ലെ cos 2x ഒരു എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. എന്താ cos 2x എന്ന് പറഞ്ഞാൽ യെസ് ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ട്, അതിൽ പെട്ട ഒരാളാണ് 2 cos square x minus 1 അല്ലെ. അപ്പോൾ അവിടുന്ന് നമുക്ക് cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം അല്ലെ എന്താണ് 2 cos square x by 2 minus 1 എന്ന് പറഞ്ഞുണ്ടാക്കാം. റെഡി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക 2 cos x അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞാട്ടെ യെസ് 2 into 2 cos square x by 2 minus 1 അഥവാ 4 cos square x by 2 minus 2 എന്നാക്കാം അല്ലെ. ഇവനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 cos x അല്ലെ പ്ലസ് 1 എക്സ്പ്രഷൻ ഉണ്ടാക്കാം. എങ്ങനെയാണ് യെസ് 4 cos square ഓക്കെ എക്സ് സ്ക്വയർ അല്ല cos square ആണ് അല്ലെ. 4 cos square x by 2 ആണ് അല്ലെ. 4 cos square x by 2 ആണ് അല്ലെ. സോ 4 cos square എന്താണ് x by 2 അല്ലെ, പിന്നെ ഏതാണ് -2 അല്ലെ പ്ലസ് 1 എന്ന് കൊടുക്കാം. റെഡി അല്ലെ. അതായത് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ എന്താണ് യെസ് 2 cos x പ്ലസ് 1 നമുക്ക് 4 cos square x by 2 -1 എന്നാക്കി മാറ്റി എഴുതാം. റെഡി അല്ലെ. ഇനി അത്ര മാത്രമാണോ? അല്ല, നമുക്ക് അതിനെ ഒറ്റ രീതിയിൽ കൂടി നമുക്ക് എന്താക്കാം സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അതായത് 2 cos x പ്ലസ് 1 അല്ലെ ഇതിന് a² - b² ഫോർമാറ്റ് പ്രകാരം അല്ലെ വാട്ട് ഇസ് a² - b² a plus b into a minus b അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറഞ്ഞാട്ട് യെസ് ഓക്കെ വാട്ട് ഇസ് ദാറ്റ് യെസ് 2 cos x by 2 -1 അല്ലെ ഇൻറ്റു എന്താണ് 2 cos x by 2 അല്ലെ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് അതിനെ എന്താക്കാം മാറ്റി എഴുതാം. ഓക്കെ റെഡി അല്ലെ. 2 cos x by 2 -1 അല്ലെ ഇൻറ്റു 2 cos x by 2 എന്താണ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് അവനെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ മാറ്റി എഴുതാം. റെഡി അല്ലെ. യെസ്, എന്തിനാണ് സാറേ ഈ ഫോർമാറ്റിലേക്ക് ആക്കിയത് അല്ലെ? നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഇവിടെ 2 cos 80 degree പ്ലസ് പറയുന്ന ഫോർമാറ്റ് ആണ്. റെഡി അല്ലെ. അപ്പൊ അതിനെയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് മാറ്റാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലെ. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 cos 80 degree പ്ലസ് 1 എനിക്ക് എങ്ങനെ മാറ്റി എഴുതാടാ യെസ് 2 cos അല്ലെ 80 by 2 അല്ലെ എന്ന് പറയും 40 ഡിഗ്രി ആണ് അല്ലെ -1 ഓക്കെ ഇൻറ്റു എന്താണ് മക്കളെ ശ്രദ്ധിക്കുക യെസ് 2 cos ഓക്കെ ശ്രദ്ധിക്കുക യെസ് 40 ഡിഗ്രി പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് എന്താക്കാം മാറ്റി എഴുതാം അല്ലെ. ഡിവൈഡ് ബൈ താഴെ എന്താണ് ഇവിടെ 2 cos എന്താണ് 10 ഡിഗ്രി അല്ലെ പ്ലസ് 1 എന്നായിട്ട് അത് മാറി. മനസ്സിലായില്ലേ? റെഡി അല്ലേ. യെസ് ഓക്കെ 2 cos ഓക്കെ അത് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. തൽക്കാലം അതിന് ഞാൻ എന്താവുന്നില്ല മാറ്റുന്നില്ല അല്ലെ. ഞാൻ ന്യൂമറേറ്ററിനെ മാത്രമാണ് മാറ്റുന്നത്, ഡിനോമിനേറ്റർ ഞാൻ തൽക്കാലം മാറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലായിക്കോളും. റെഡി അല്ലേ. യെസ് ഓക്കെ. ഇനി മക്കൾ അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 2 cos 80 degree പ്ലസ് 1 ഞാൻ ഇങ്ങനെയാക്കി മാറ്റി എഴുതി. ഡിനോമിനേറ്ററിന് യാതൊരു മാറ്റമില്ല. റെഡി. ഇനി മക്കളെ എഗെയിൻ ഈ 2 cos 40 degree പ്ലസ് 1 സിമിലർ ഇക്വേഷൻ വെച്ച് നമുക്ക് മാറ്റിക്കൂടെ അല്ലേ? എങ്ങനെയാ ഓക്കെ ഇവിടെ 2 cos 40 degree -1 അവിടെ കിടക്കട്ടെ അല്ലേ. അവൻ ഈ 2 cos 40 degree പ്ലസ് 1 നമുക്ക് സിമിലർ ഇക്വേഷൻ വെച്ച് മാറ്റിക്കൂടെ? എങ്ങനെയാണ് യെസ് 2 cos ഓക്കെ 20 degree പ്ലസ് 1 അല്ലെ അല്ലെങ്കിൽ 2 cos 20 degree -1 അല്ലെ ഇൻറ്റു എന്താണ് യെസ് ഓക്കെ 2 cos അല്ലെ 20 degree പ്ലസ് 1 ഓക്കെ ഡിനോമിനേറ്ററിന് ഇതുവരെ യാതൊരു മാറ്റമില്ല അല്ലെ. ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഓക്കെ ഞാൻ ശ്രദ്ധിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇതിങ്ങനെ നിൽക്കട്ടെ 2 cos 40 degree -1 മക്കളെ അവിടെ നിൽക്കട്ടെ അല്ലെ. ഇവിടെ 2 cos 20 degree -1 ഉണ്ട് അല്ലെ. ഇനി ഈ 2 cos 20 degree പ്ലസ് 1 എഗെയിൻ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതാം 2 cos 10 degree അല്ലെ -1 ഇൻറ്റു എന്താണ് 2 cos 10 degree പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൂടെ അല്ലെ. ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്താണ് 2 cos 10 degree അല്ലെ യെസ് പ്ലസ് 1 എന്ന് വന്നു. മനസ്സിലായില്ലേ. 2 cos 10 degree എന്താണ് പ്ലസ് 1. റെഡി അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി എന്തായിട്ട് പോയി മക്കളെ ക്യാൻസൽ ആയിട്ട് പോയി അല്ലെ. അപ്പൊ ഇവിടെ ആരോ ബാക്കിയുള്ളത് 2 cos 40 degree -1 അല്ലെ ഇൻറ്റു 2 cos 20 degree -1 അല്ലെ ഇൻറ്റു 2 cos ഓക്കെ 10 degree -1 അല്ലെ
2 cos 40 degree minus 1 അല്ലേ -1 2 cos 20 degree minus 1 ഇൻറ്റു എന്താണ് 2 cos 10 degree minus 1 അല്ലേ ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. മനസ്സിലായേ? നമ്മൾ ഓപ്ഷൻ ഉള്ളത് ഇവനെ ഒന്ന് തിരിച്ചിട്ടിട്ടാണ് എന്തുള്ളത് ഓപ്ഷൻ ഉള്ളത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ആൻസർ കിട്ടിയാൽ മതിയല്ലോ അല്ലേ. അതായത് 2 cos 10 degree minus 1 അല്ലേ ഇൻറ്റു 2 cos 20 degree minus 1 അല്ലേ ഇൻറ്റു 2 cos 40 degree minus 1 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത് അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ് മക്കളെ? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? യെസ് ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 8 ഈസ് എ റൂട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഓക്കെ എടാ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ് സൈൻ പൈ ബൈ 8. ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒബ്സർവേഷൻ പോകേണ്ടത് എന്താണ് പൈ ബൈ 8 എന്നാണ്. ഓക്കെ എന്താണ് മക്കളെ പൈ ബൈ 8 അല്ലെ? പൈ ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 4 ഡിവൈഡ് ബൈ 2 ആണ് എന്ത് പൈ ബൈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എടാ ക്ലിയർ ആയോ? ഓക്കെ അല്ലെ. അതായത് പൈ ബൈ 4ന്റെ പകുതിയാണ് എന്ത് പൈ ബൈ 8 അല്ലാണ് ആദ്യത്തെ ഒബ്സർവേഷൻ പോകേണ്ടത്. ഓക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം. റെഡി അല്ലേ? ശ്രദ്ധിക്കുക മക്കളെ, ഞാൻ ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഞാൻ ഓക്കെ ഇതേപോലെ തന്നെ cos 2 തീറ്റയുടെ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. എന്താ cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ്? അങ്ങനെ ഒരുപാട് പിന്നെ അതിൽ 2 cos സ്ക്വയർ തീറ്റ -1 ഉണ്ട്, 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഞാൻ തൽക്കാലം ഇവിടെ 1 - 2 സൈൻ സ്ക്വയർ തീറ്റയാണ് എടുക്കുന്നത്. ഓക്കെ അല്ലെ. അതായത് cos തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറയാം. ഓക്കെ അല്ലെ. അപ്പോൾ ഇവിടെ cos തീറ്റ അല്ലെ, ഇവിടെ തീറ്റയ്ക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ് മക്കളെ? പൈ ബൈ 4 കൊടുക്കുകയാണ് അല്ലെ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുവാടാ മക്കളെ? ശ്രദ്ധിക്കുക. യെസ് ഓക്കെ then പിന്നെ പൈ ബൈ 4 കൊടുക്കുന്ന സമയത്ത് തീറ്റ ബൈ 2 നമുക്ക് എന്ത് കിട്ടും? പൈ ബൈ 8 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് പൈ ബൈ 4 ഈസ് ഈക്വൽ ടു നോക്കണേ മക്കളെ. യെസ് വാട്ട് ഈസ് ദാറ്റ്? കോസ് പൈ ബൈ 4 അല്ലെ ഈസ് ഈക്വൽ ടു അല്ലെ എന്താണ് 1 - 2 സൈൻ സ്ക്വയർ എന്താണ് പൈ ബൈ 8 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. അപ്പൊ കോസ് പൈ ബൈ 4ന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ 1/√2 അല്ലെ. അപ്പൊ അങ്ങനെ കോസ് പൈ ബൈ 4ന്റെ വാല്യൂ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ എന്താക്കിയത്? ഈ പറഞ്ഞ ഈ ഇക്വേഷൻ എടുത്തത്. എടാ മനസ്സിലായില്ലേ? റെഡി അല്ലേ? യെസ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 അല്ലെ ഈ 2 സൈൻ സ്ക്വയർ പൈ ബൈ 8ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ കാരണം സൈൻ പൈ ബൈ എന്ന് പറയുമ്പോൾ എന്താണ് ആൽഫയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കി എടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട, ഞാൻ രണ്ട് സൈഡിലും എന്താണ് സ്ക്വയർ ചെയ്യാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്താൽ 1/2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ റൈറ്റ് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ m - b ദ ഹോൾ സ്ക്വയർ പ്രകാരം അല്ലെ 1 - എന്താണ് 4 ആൽഫ സ്ക്വയർ അല്ലെ പ്ലസ് 4 ആൽഫ സ്ക്വയർ അല്ലെ ദ ഹോൾ സ്ക്വയർ അല്ലെ 4 ആൽഫ റൈസ്ഡ് ടു എന്ന് വരുടെ മക്കളെ 4 എന്ന് വരുടെ. ശരിയല്ലേ? ഞാൻ മൊത്തം എന്ത് ചെയ്യാണ്? 2നെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ് അല്ലെ. മൊത്തം ഞാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 1 ഈസ് ഈക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ്? യെസ് 2 മൈനസ് എന്താണ് 4 ആൽഫ സ്ക്വയർ അല്ലെ പ്ലസ് 8 ആൽഫ സ്ക്വയർ അല്ലെ 8 ആൽഫ സ്ക്വയർ അല്ലെ പ്ലസ് എന്ത് വരും മക്കളെ 8 ആൽഫ റൈസ് ടു 4 എന്ന് വരും. ഓക്കെ അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. 8 ആൽഫ റൈസ് ടു 4 മൈനസ് 8 ആൽഫ സ്ക്വയർ അല്ലെ പ്ലസ് 2 - 1 എന്ന് പറയുന്നത് നമുക്ക് അറിയുമ്പോൾ എന്താണ് +1 അല്ലെ ഈസ് ഈക്വൽ ടു എന്താണ് 0 അല്ലെ 8 അപ്പോൾ ഇനി നമ്മൾ എന്താക്കാം? ഈ പറഞ്ഞ ആൽഫക്ക് പകരം ഞാൻ എന്താക്കാം? എക്സിനെ റീപ്ലേസ് ചെയ്യാണ് അല്ലെ. അപ്പോൾ 8x റൈസ് ടു 4 അല്ലെ മൈനസ് 8x സ്ക്വയർ അല്ലെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താണ് 0. റെഡി അല്ലേ? യെസ്. വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ പൈ ബൈ 8 എന്ന് പറയുമ്പോൾ പൈ ബൈ 4ന്റെ പകുതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോസ് പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1 - 2 സൈൻ സ്ക്വയർ പൈ ബൈ 8 എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അവിടെ അതിനെന്താക്കാം? ആൽഫ എന്ന് കൊടുക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്ത് വെക്കണം. റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്തുകൊണ്ട് കോസ് പൈ ബൈ 4 നമുക്ക് അറിയുന്ന വാല്യൂ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. റെഡി സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x is equal to sin inverse of x minus 2. ഓക്കെ മക്കൾ ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസുകളാണ് എടുക്കേണ്ടത് അല്ലെ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തേക്ക് പോവുകയാണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു വരാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. അഥവാ x - 2 എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 ആണ്. റെഡി അല്ലേ? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ -1നെയും 1നെയും ഇടയിലുള്ള നമ്പർ മാത്രമേ വരാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായല്ലേ? കാരണം അതൊക്കെ എന്താണ് ഡൊമൈൻ ആണ്. റെഡി അല്ലേ?
ഡൊമൈൻ കണ്ടീഷൻസ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ x - 2 greater than or equal to 0 and this inequality. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റ് S1 ആണെന്ന് വിചാരിക്കുക അല്ലേ? ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന S2 ആണെന്ന് വിചാരിക്കുക അല്ലേ? സോ ഫൈനൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെന്നാണ് S1 ഇന്റർസെക്ഷൻ എന്താണ് S2 ആയിരിക്കും. ഓക്കെ റെഡി അല്ലേ? അതാണ് അതിന്റെ ലോജിക്. റെഡി അല്ലേ? അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇവനെ സോൾവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. x - 2 greater than or equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x greater than or equal to 2 ആണ്. ഓക്കെ അല്ലേ? അത് അവിടെ നിൽക്കട്ടെ അല്ലേ? ഇനി മക്കൾ ഇവനെയും എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, സോൾവ് ചെയ്യാൻ എന്തില്ല ബുദ്ധിമുട്ടില്ല. റെഡി അല്ലേ? അപ്പോൾ അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ രണ്ട് സൈഡിലും എന്താണ് സ്ക്വയർ ചെയ്യാണെന്ന് വിചാരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ദി സ്ക്വയർ റൂട്ട് ഓഫ് x - 2 എന്ന് പറഞ്ഞൊരു നമ്പർ അല്ലെ -1നെയും 1നെയും ഇടയാണെങ്കിൽ അല്ലെ അതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ് നമുക്കറിയാം അല്ലെ x - 2 ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ് 0 ആൻഡ് 1 ആയിരിക്കും. ഓക്കെ റെഡി അല്ലേ? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ശരിയല്ലേ? കാരണം ഈ പറഞ്ഞ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ കിട്ടുന്ന സംഭവം എപ്പോഴും എന്താണ് പോസിറ്റീവ് ആണ്. ഓക്കെ പക്ഷേ ഇവിടെ നമ്മൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനെന്താക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കാം, ഇവിടെ ഈ പറഞ്ഞ ചെങ്ങാതി എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് x - 2 ഈസ് എന്താണ് -1നെയും 1നെയും ഇടയിൽ കിടക്കുന്നു. മനസ്സിലായില്ലേ? -1നെയും 1നെയും ഇടയിൽ കിടക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെ -1നെയും 1നെയും ഇടയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നെഗറ്റീവ് പോർഷൻ ഉണ്ട് അല്ലെ? ഓക്കെ അല്ലെ? എന്താണ് നെഗറ്റീവ് പോർഷൻ ഉണ്ട് അല്ലെ? നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ് അല്ലെ? സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഒരിക്കലും എന്തെടുക്കില്ല, നെഗറ്റീവ് വാല്യൂ എടുക്കില്ല. മനസ്സിലായില്ലേ? അതിന്റെ റേഞ്ച് തന്നെ എന്താണ് എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവൻ എന്താണ് -1നെയും 1നെയും ഇടയിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0ന്റെയും എന്താണ് 1ന്റെയും ഇടയിൽ കിടക്കുന്നതാണ്. മനസ്സിലായില്ലേ? -1നെയും 1ൽ ഇടയിൽ കിടക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ കൂടുതൽ സ്പെസിഫിക് എന്താണ് 0ന്റെയും 1നെയും കൊടുക്കുക, അതായത് പോസിറ്റീവ് വാല്യൂസ്. റെഡിയല്ല? കാരണം സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ് ഇവന്റെ വാല്യൂ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല അല്ലെ? ഫംഗ്ഷൻ അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ x - 2 അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. റെഡി അല്ലേ? ഇനി മക്കളെ ഇനിക്വാലിറ്റി സോൾവ് ചെയ്യാൻ മൂന്ന് സൈഡിലും 2 കൊണ്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ S1ന്റെയും S2ന്റെയും ഇന്റർസെക്ഷൻ എടുക്കണം. റെഡി? സോ ഹൗ എങ്ങനെയാണ് S1ന്റെയും S2ന്റെയും ഇന്റർസെക്ഷൻ എടുക്കുക അല്ലെ? ഒന്നുമില്ല, S1 എന്ന് പറയുമ്പോൾ എന്താണ് ഓക്കെ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു അല്ലെ? സോറി, അത് ലോജിക്കലി വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലെ? എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലെ? സോറി, S1 എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അല്ലെ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അല്ലെ? ഇവൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ S2 എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു എന്താണ് 2 to 3 ആണ് അല്ലെ? അപ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് 2 to 3 ആണ് നമുക്ക് നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കേസേ ഉള്ളൂ. എന്നാലും ഞാൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഞാൻ ഇത്തരം പറഞ്ഞുതരാം. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ 2 ഇതാണ് അല്ലെ? ഇതെന്താണ് മക്കളെ 3 ആണ് അല്ലെ? അപ്പോൾ S1 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 2ന്റെ എന്താണ് റൈറ്റിലേക്കാണ്. റെഡിയല്ലേ? 2 to infinity ആണ് അല്ലെ? ഇതാണ് S1 എന്ന് പറഞ്ഞത് അല്ലെ? S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 2ന്റെയും 3ന്റെയും എന്താണ് ഇടയിലാണ് എന്ത് കിടക്കുന്നത്, S2 കിടക്കുന്നത്. റെഡിയല്ലേ? യെസ്. ഓക്കെ അല്ലേ? അതാണ് S2 കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന് രണ്ടിന്റെയും കോമൺ റീജിയൻ ആണ് നമുക്കറിയാം അതിന്റെ ഇന്റർസെക്ഷൻ അല്ലെ? അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലോസ്ഡ് 2,3. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുക. പക്ഷെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർസെക്ഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. റെഡിയല്ലേ? യെസ്. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ദി നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് cos inverse of square root of x into x plus 1 അല്ലെ പ്ലസ് sin inverse of square root of x square plus x plus 1 is equal to pi. ഓക്കെ മക്കളെ, ഇതൊരു ITF ഇക്വേഷൻ ആണ് അല്ലെ? ITF ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഞാൻ പല തവണകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഞാൻ കഴിഞ്ഞ വൺ ഷോട്ടിലടക്കം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. റെഡി? ശ്രദ്ധിക്കുക, അതായത് നമുക്കൊരു ITF ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ശ്രദ്ധിക്കുക, അത് ഒരൊറ്റ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ടേമിൽ അല്ലെങ്കിൽ ഒരൊറ്റ ITF ടേമിൽ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1നെ ഞാൻ എന്താക്കാം, കോസ് ഇൻവേഴ്സിന്റെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ? എങ്ങനെയാണ് സൈൻ ഇൻവേഴ്സിനും കോസ് ഇൻവേഴ്സിലേക്ക് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക അല്ലെ? നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന പ്രൊസീജിയറാണ് അല്ലെ? അതായത് നമ്മൾ ട്രയാങ്കിൾ വരക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ വരച്ചിട്ട് സപ്പോസ് ഇവിടെയാണ് നമ്മൾ എന്താക്കാം മക്കളെ തീറ്റ എന്ന് കൊടുക്കുക. റെഡി അല്ലേ? യെസ്. ഓക്കെ, നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് ആരെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1നാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? യെസ്, അത് നമുക്ക് അതിന് 1 കൊടുക്കാം അല്ലെ? അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലെ ഡിവൈഡ് ബൈ ഇവിടെ എന്താക്കാം 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക, സോറി അവിടെ അല്ലല്ലോ 1 കൊടുക്കേണ്ടത്, ബിക്കോസ് ഇതെന്താണ് സൈൻ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എന്നാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് ആണ് 1 അല്ലെ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ എന്ത് കിട്ടൂടാ?
യെസ് ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലെ ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് യെസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് അത് ജസ്റ്റ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താണ്, അത് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇതിനെ എന്താക്കി മാറ്റാം? യെസ് കോസ് ഇൻവേഴ്സ് ഓഫ് ഓക്കെ അല്ലേ, കോസ് ഇൻവേഴ്സിന്റെ ടൈമിലേക്ക് മാറ്റാണ് അല്ലെ. ഞാൻ സൈൻ ഇൻവേഴ്സിനെ എന്തിന്റെ ടൈമിലേക്ക് മാറ്റാണ് മക്കളെ? കോസ് ഇൻവേഴ്സിന്റെ ടൈമിലേക്ക് മാറ്റാണ് അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ എന്താണ്? യെസ് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എന്താണ്? 1 ആണ്. റെഡി അല്ലേ? അതായത് ശ്രദ്ധിക്കുക കോസ് ഇൻവേഴ്സ് ഓഫ് അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു എന്താണ് മക്കളെ? എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സൈൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 നമുക്ക് എന്താക്കാം? കോസ് ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാക്കി മാറ്റാം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും മക്കളെ? കോസ് ഇൻവേഴ്സ് ഓഫ് ഓക്കെ അല്ല സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലെ പ്ലസ് ഇവിടെയും എന്താണ് മക്കളെ? കോസ് ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് മക്കളെ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പൈ എന്ന് കിട്ടും. റെഡി അല്ലേ? അതായത് 2 ടൈംസ് കോസ് ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? പൈ എന്ന് കിട്ടി അല്ലെ. അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ എന്ന് പറയുന്നത് പൈ ബൈ 2 എന്ന് കിട്ടി അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ കോസ് പൈ ബൈ 2 അല്ലെ. കോസ് പൈ ബൈ 2 നമുക്കറിയാം എന്താണ്? 0 ആണ് അല്ലെ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലെ ഈസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് വരും അല്ലെ. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. അതേപോലെ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 അഥവാ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? -1 അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഓക്കെ മക്കളെ, പക്ഷേ രണ്ട് സൊല്യൂഷൻ കിട്ടി എന്ന് കരുതി വേഗം ചാടിക്കയറി നമ്മൾ എന്താക്കിയത്? രണ്ടെന്ന് കുത്തരുത്. ശ്രദ്ധിക്കുക, ഈ ITF-ലേക്ക് നമ്മൾ നിർബന്ധമായിട്ടും ആ കിട്ടിയ സൊല്യൂഷൻ നമ്മൾ എന്താക്കണം? ബാക്ക് ചെക്ക് ചെയ്യണം. റെഡി അല്ലേ? അതിന് ബാക്ക് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് 0 എന്ന് പറഞ്ഞ ചങ്ങാതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം അല്ലെ. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ കോസ് ഇൻവേഴ്സ് ഓഫ് അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് 0 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ് അല്ലെ. പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 0 അതെന്താണ്? 1 ആണ് അല്ലെ. അപ്പോൾ കോസ് ഇൻവേഴ്സ് 0 നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് സംതിങ് ബട്ട് എന്താണ്? യെസ് പൈ ബൈ 2 ആണ് അല്ലെ. സൈൻ ഇൻവേഴ്സ് 1 എന്താണ്? പൈ ബൈ 2 ആണ് അല്ലെ. രണ്ടും കൂടി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൈ കിട്ടി അല്ലെ. RHS കിട്ടി അല്ലെ. അപ്പോൾ LHS എക്സിന് 0 വിട്ടപ്പോൾ RHS ആയ പൈ കിട്ടിയിരിക്കുന്നു. അപ്പം എന്താണ്? യെസ് ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആക്സെപ്റ്റഡ് ആണ്. റെഡി അല്ലേ? ഇനി അടുത്തത് ശ്രദ്ധിക്കുക, എക്സ് ഇക്വൽ -1 എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആക്സെപ്റ്റഡ് ആണെന്ന് നോക്കണം അല്ലെ. അതെങ്ങനെയാണ് ശ്രദ്ധിക്കുക? കോസ് ഇൻവേഴ്സ് ഓഫ് ഓക്കെ അല്ലെ എക്സ് ഞാൻ -1 കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് യെസ് -1 ഇൻറ്റു എന്താണ്? -1 പ്ലസ് 1 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ് അല്ലെ. പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് അല്ലെ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് -1 ദ ഹോൾ സ്ക്വയർ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് നമുക്കറിയാം അല്ലെ എന്താണ്? ദിസ് ഇസ് സംതിങ് ബട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് 0 അല്ലെ. ഇതേപോലെ തന്നെയാണ് അല്ലെ. റെഡി അല്ലേ? അപ്പോൾ ഇവിടെയും വരുന്നത് എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 അല്ലെ. പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 അതെന്താ കിട്ടുന്നത്? പൈ എന്ന് കിട്ടും അല്ലെ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? -1 നമ്മൾ എന്താക്കി? ആക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് മക്കളെ? എക്സ് ഈക്വൽ ടു -1 നമ്മൾ എന്താക്കി? ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എന്താക്കിയ മക്കളെ? ആക്സെപ്റ്റ് ചെയ്തു. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? റെഡി അല്ലേ? ഓക്കെ, അത് എന്തായാലും ITF-ൽ നമ്മളത് ബാക്ക് ചെക്ക് ചെയ്യുന്ന കാര്യം ഒരിക്കലും എന്താക്കരുത്, മറക്കരുത്. നിർബന്ധമാണ് എന്ത്? അത് ബാക്ക് ചെക്ക് ചെയ്യല് കേട്ടോ. റെഡി അല്ലേ? ഇത് രണ്ടും ആക്സെപ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലാത്ത കേസുകളും എന്താക്കാറുണ്ട്? വരാറുണ്ട് കേട്ടോ. റെഡി അല്ലേ? മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3,4 and -2, a is equal to 2/5, then the value of a is equal to വളരെ സിമ്പിൾ ആണ് മക്കളെ. ശ്രദ്ധിക്കാം, നമുക്കറിയാം രണ്ട് പോയിന്റ്സ് അല്ലെ. ഏതാണ്? ഒന്ന് x1, y1 അല്ലെ, മറ്റേതാണ് x2, y2 അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ? നമുക്കറിയാം അല്ലെ എന്താണ്? y2 - 1 ഡിവൈഡ് ബൈ x2 - x1 അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട് എന്താണ്? 2/5 ആണ്. റെഡി അല്ലേ? ആൻഡ് ദ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3,4 അതേപോലെ എന്താണ്? -2, a ആണ് അല്ലെ. ഇവരാണ് പോയിന്റ്സ്. ഓക്കെ അല്ലെ. 3,4 അതേപോലെ തന്നെ എന്താണ്? -2,4 റെഡി അല്ലേ? -2, a അല്ലെ. സോ y2 - y1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? a -4 ആണ് അല്ലെ. ഡിവൈഡ് ബൈ x2 - x1 നമുക്കറിയാം എന്താണ്? -2 - 3 ആണ്. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ സ്ലോപ്പ് തന്നിട്ടുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്കറിയാം രണ്ട് പോയിന്റ്സ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? y2 - y1 ഡിവൈഡ് ബൈ x2 - x1 അല്ലെ. a -4 ഡിവൈഡ് ബൈ -2 - 3 റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ
2/5 അല്ലേ. നമുക്കറിയാം -2 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ് അല്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -1 ബാക്കിയാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, -1 × 2 അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ആണ്, സിമ്പിൾ കാൽക്കുലേഷൻ. -2 അല്ലെ ഈസ് ഈക്വൽ ടു എന്താണ് a - 4 അല്ലെ. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്താണ്, a ഈസ് ഈക്വൽ ടു -2 + 4 അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 എന്ന് വരും. ഓക്കെ അല്ലെ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അത്രയുള്ള മക്കളെ, സിമ്പിൾ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, the line 4x - y bisects the angle between two lines. Okay, if the equation of one line is y is equal to x, then the slope of the other line is. Okay, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ലൈൻസിൻ്റെയും സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി. അപ്പോൾ രണ്ട് ലൈൻസിൻ്റെയും സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത് കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റെഡി അല്ലേ. മക്കളിവിടെ രണ്ട് ലൈൻസ് ആണുള്ളത് അല്ലെ. ഒന്നാമത് y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ഓക്കെ, ഞാൻ റഫായിട്ട് ഫിഗർ വരയ്ക്കാണ്. ഓക്കെ അല്ലേ, ഇതാണ് y ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ. എനിക്കറിയാം y ഈസ് ഈക്വൽ ടു എക്സ് എന്ന ലൈൻ ഇങ്ങനെ ഉണ്ടാവുക, ഞാൻ റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്. റെഡി അല്ലേ. അതേപോലെ തന്നെ എന്താണ് ശ്രദ്ധിക്കുക, 4x - y ഈസ് ഈക്വൽ ടു എന്താണ് 1 എന്ന് പറഞ്ഞ മറ്റൊരു ലൈൻ ഉണ്ട്. റെഡി അല്ലേ. 4x - y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ മറ്റൊരു ലൈൻ ഉണ്ട്. റെഡി അല്ലേ. ഇനി നമുക്കറിയാത്ത വേറൊരു ലൈനുണ്ട് അല്ലെ, അതിങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലെ. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഈ 4x - y ഈസ് ഈക്വൽ ടു 1 അല്ലെ എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ, മക്കളെ ശ്രദ്ധിക്കണേ, 4x - y ഈസ് ഈക്വൽ ടു 1 അല്ലെ എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈന് എന്താക്കാണ്, ഈ പറഞ്ഞ പോലെ തന്നെ y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഈ ലൈനിനെയും അല്ലെ ഈ പറഞ്ഞ പോലെ തന്നെ അൺനോൺ ലൈനിനെയും എന്താണ്, ബൈസെക്ട് ചെയ്യുകയാണ്. ഓക്കെ അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അൺനോൺ ലൈനിന്റെ എന്താണ് സ്ലോപ്പ് എന്താണെന്നാണ് ചോദ്യം. റെഡി അല്ലേ. യെസ്. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തന്ന ഡാറ്റയൊക്കെ നമുക്ക് സ്ലോപ്പ് ഒന്ന് എഴുതി വെക്കാം, തന്ന ഡാറ്റ. ഓക്കെ, റെഡി അല്ലേ. നമ്മൾ y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ അല്ലെ, അതിൻ്റെ സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു എന്താണ് 1 ആണ്. റെഡി അല്ലേ. ഇനി 4x - y ഈസ് ഈക്വൽ ടു 1 അല്ലെ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്, നമുക്കറിയാം ax + by + c ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്ട്രൈറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, അതിൻ്റെ സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ് ഓഫ് അല്ലെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് y ആണ് അല്ലെ. അപ്പോൾ 4x - y അല്ലെ ഈസ് ഈക്വൽ ടു 1 അല്ലെ എന്ന് പറഞ്ഞ സംഭവത്തിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ്, ഇതിന് ഞാൻ എന്താക്കാം, ഇത് m1 എന്ന് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, m2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് അല്ലെ, നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് x എന്ന് പറയുമ്പോൾ 4 ആണ് അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് y എന്ന് പറയുമ്പോൾ എന്താണ് -1 ആണ്. ഓക്കെ അല്ലെ. സോ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് m2 ഈസ് ഈക്വൽ ടു എന്താണ് 4 ആണ്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ പറഞ്ഞ പോലെ തന്നെ ദിസ് പെർട്ടിക്കുലർ സ്ട്രൈറ്റ് ലൈൻ അല്ലെ, ഈ ലൈനിന്റെയും അൺനോൺ ലൈനിന്റെയും എന്താണ് ആംഗിൾ ബൈസെക്ട് ആണ് അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ആംഗിൾ ആൽഫയായിരിക്കും, ഈ ആംഗിളും എന്തായിരിക്കും മക്കളെ, രണ്ടും എന്താണ് ആൽഫയാണ്. റെഡി അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആംഗിൾ ആയിട്ടുള്ള ആൽഫ ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ, കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പോൾ അതിന് നമുക്ക് വി ഹാവ് ദ ഇക്വേഷൻ tan α ഈസ് ഈക്വൽ ടു അല്ലെ എന്താണ് മോഡുലസ് ഓഫ് അല്ലെ m2 - m1 ഡിവൈഡ് ബൈ m2 - m1 ഡിവൈഡ് ബൈ അല്ലെ 1 + m1 × m2 എന്ന് വരും. റെഡി അല്ലേ. യെസ്. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഈ tan α ഈസ് ഈക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ്, m2 - m1 അതെ 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലെ, ഡിവൈഡ് ബൈ 1 + m1 × m2 എന്ന് പറയുമ്പോൾ 4 × 1 അല്ലെ. റെഡി അല്ലേ. അതായത് 3/5 ആണ്. റെഡി അല്ലേ, tan α. റെഡി അല്ലേ. അപ്പോൾ tan α ഈസ് ഈക്വൽ ടു എന്താണ് 3/5 ആണ്. മനസ്സിലായില്ലേ. ഓക്കെ അല്ലേ. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ് tan ഇൻവേഴ്സ് 3/5 ആണ്. റെഡി അല്ലേ. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ആൽഫ ഈസ് tan ഇൻവേഴ്സ് 3/5 ആണെങ്കിൽ ഇവനും എന്താണ് പറഞ്ഞാട്ടെ tan ഇൻവേഴ്സ് 3/5 ആണ് അല്ലേ. അതുകൊണ്ട് ഇതിന് ബൈസെക്ടർ എന്ന് വിളിക്കുന്നത്, ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു, ആംഗിളിനെ രണ്ടായിട്ട് മുറിക്കുന്നു, ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ എന്താക്കുന്നത്, അതുകൊണ്ടാണ് എന്താക്കുന്നത് പറയുന്നത്. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ m2 അല്ലെ അതേപോലെ തന്നെ ഇവിടെ കാണുന്ന m3 അല്ലെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ എനിവേ ഇത് കിട്ടി. റെഡി അല്ലേ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, m3 കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പോൾ എങ്ങനെ m3 കണ്ടുപിടിക്കുക, നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെയാണ് എന്താണ് tan α അല്ലെ. അപ്പോൾ ഇവിടെ ആൽഫേന്റെ വാല്യൂ നമ്മൾ എഴുതി വെറുതെ കോംപ്ലിക്കേഷൻ ആക്കൊന്നും വേണ്ട അല്ലെ, ഇതേ ഇക്വേഷൻ തന്നെയാണ് എന്ത് tan α അല്ലെ ഈസ് ഈക്വൽ ടു അല്ലെ, ഇവിടെ നിങ്ങൾ നോക്കട്ടെ, യെസ് മോഡുലസ് ഓഫ് എന്താണ് m3 അല്ലെ, മോഡുലസ് ഓഫ് യെസ് വാട്ട് ഇസ് ദാറ്റ് m3 മൈനസ് m2 അല്ലെ ഡിവൈഡഡ് ബൈ 1 + m3 ഇൻറ്റു എന്താണ് മക്കളെ m2. റെഡി അല്ലേ. റെഡി. നമുക്ക്
ടാൻ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം എന്താണ് 3/5 ആണ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, മൈനസ് M2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 ആണ്, വി നോ അല്ലെ, ഇവിടെ എന്താണ് 1 പ്ലസ് M3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, M2 അല്ലെ എന്ന് പറയുമ്പോൾ അതാണ് 4 ആണ്. റെഡി അല്ലേ. ഇനി മക്കളെ മോഡുലസ് നമ്മൾ കളയുന്ന സമയത്ത് M3 മൈനസ് 4 ഡിവൈഡ് ബൈ 1 പ്ലസ് എന്ത് വരും 4M3 അല്ലേ ഈസ് ഈക്വൽ ടു നമുക്ക് മോഡുലസ് കളയുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്താണ് 3/5 അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് കേസ് എടുത്തിട്ടും എന്താക്കണം ചെയ്ത് നോക്കണം അല്ലെ, അതാ പ്ലസ് എടുത്തിട്ടും ചെയ്ത് നോക്കണം, അതേപോലെ മൈനസ് എടുത്തിട്ടും എന്താക്കണം മക്കളെ ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, യെസ് പ്ലസ് എടുത്തിട്ട് ഞാൻ എന്താക്കാണ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ യെസ് 5M3 അല്ലേ മൈനസ് എന്താണ് 20 അല്ലേ ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക എന്താണ് 3 പ്ലസ് 12M3 എന്ന് വരും അല്ലേ. ഇതിനെ സോൾവ് ആയി കഴിഞ്ഞാൽ അല്ലെ 5M3 മൈനസ് 12 യെസ് ഓക്കെ ഇറ്റ് ഈസ് വാട്ട് മൈനസ് 7M3 അല്ലെ ഈസ് ഈക്വൽ ടു 23 അല്ലെ, അഥവാ M3 ഈസ് ഈക്വൽ ടു എന്താണ് 23 ഡിവൈഡ് ബൈ 7 അല്ലെ, അഥവാ മൈനസ് 23 ഡിവൈഡ് ബൈ എന്ത് വരടാ 7 എന്ന് വരും. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. The next question എന്താണ്? The number of integers greater than 7,000 that can be formed using the digits 3, 5, 6, 7 and 8 without repetition അല്ലെ. നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 7,000 അല്ലെ, ആ 7,000 വലിയ നമ്പർ ആണ്. ഓക്കെ അല്ലെ. നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്പർ നിങ്ങൾ നോക്കാം മക്കളെ, 1, 2, 3, 4 അല്ലെ 5 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലെ. 7,000 നമുക്കറിയാം എന്താണ് 4 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ 7,000 നമ്പർ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് എന്താവാം? ഒന്നിക്കൽ അതെന്താവാം മക്കളെ 4 ഡിജിറ്റ് നമ്പർ ആവാം അല്ലെ, അല്ലെങ്കിൽ അതെന്താവാം പറഞ്ഞാട്ടെ 5 ഡിജിറ്റ് നമ്പർ ആവാം അല്ലെ. എടാ 4 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ. ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ പെട്ടിയൊക്കെ വരച്ച് നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം ചെയ്യാം. റെഡി അല്ലേ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഇതിന് ചെയ്യാം. റെഡി അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കണേ, അപ്പം ഒരു 4 ഡിജിറ്റ് നമ്പറാണ്, ഗ്രേറ്റർ ദാൻ 7,000 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയ നമ്പർ 3, 5, 6, 7 ആൻഡ് 8 ആണ് അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് പ്ലേസിൽ നമ്മളിവിടെ ആരെ മാത്രമേ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ? 7നെയും 8നെയും അല്ലേ. എന്നാൽ മാത്രമേ എന്ത് 7,000 വലുത് വരുള്ളൂ അല്ലേ. അതോ ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽ ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ്? 2 ഡിഫറെൻറ്റ് വേസ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ റെപ്പിറ്റേഷൻ എന്താണ്? അലൗഡ് അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഒന്നുകിൽ 7 അല്ലെങ്കിൽ 8 ഇവിടെ വെക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്ലേസ് ഫില്ല് ആരെ ബാക്കി ഉണ്ടാവുള്ളൂ? 1, 2, 3 അല്ലെ 4 പേരെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ 4 അല്ലെ, അതേപോലെ ഇവിടെ 3, ഇവിടെ 2 അല്ലെ. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 4 8 × 3 ഓക്കെ 48 എന്ന് കിട്ടും. റെഡി അല്ലേ. ദെൻ ഇനി മക്കളെ 5 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. 1, 2 അല്ലെ 3, 4, 5 റെഡി അല്ലേ. അപ്പോൾ 5 ഡിജിറ്റ് നമ്പർ റെഡി അല്ലേ. അപ്പോൾ 5 ഡിജിറ്റ് നമ്പർ നമുക്ക് എന്താക്കണം? ഇനി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ എത്ര രീതിയിൽ വെക്കാം? നമുക്ക് 5 പേരുണ്ട് അല്ലെ, 5 രീതിയിൽ വെക്കാം അല്ലെ. ഇതാണെങ്കിലോ 4 അല്ലെ, ഇതാണെങ്കിലോ 3 അല്ലെ, ഇതാണെങ്കിൽ 2 അല്ലെ, ഇതാണെങ്കിൽ ഒരു രീതിയിൽ. മനസ്സിലായില്ലേ. ഇവിടെ ഇതിൽ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല അല്ലെ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താക്കാം വെക്കാം. ഫസ്റ്റ് പ്ലേസ് ക്യാൻ ബി ഫിൽഡ് ഇൻ എനി ഓഫ് ദിസ് 5 റെഡി അല്ലേ. സെക്കൻഡ് പ്ലേസ് ആണെങ്കിൽ 4, 3 സിമ്പിൾ കോൺസെപ്റ്റ് റെഡി അല്ലേ. നമുക്ക് 5 × 4 × 3 × 2 × 1 നമുക്കറിയാം എന്താണ് 120 ആണ് അല്ലേ. അതെന്താണ് 120 ആണ് അല്ലെ, 120 ആണ്. റെഡി അല്ലേ. യെസ്, ഇനി നമുക്ക് ഈ രണ്ട് കേസും കൂടി ആഡ് ചെയ്യണം അല്ലെ. അതായത് 48 + 120 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് 168 അല്ലെ. അതായത് ദിസ് കേസ് ഓർ ദിസ് കേസ് ആണ്. ഓക്കെ റെഡി അല്ലേ. അപ്പോൾ രണ്ടും കൂടി നമ്മൾ എന്താക്കണം? ആഡ് ചെയ്യണം. ഓക്കെ, രണ്ട് കേസായിട്ട് എടുക്കുന്നു, നമ്മൾ എന്താക്കുന്നു? ആഡ് ചെയ്യുന്നു. റെഡി. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആർ മെയ്ഡ് ഫ്രം യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് xylem. These words are written as in a dictionary. Then serial number of with a serial number, then the serial number of the word xylem is. Okay, മക്കളെ ശ്രദ്ധിക്കുക, ഇതൊരു ഡിക്ഷണറി പ്രോബ്ലം ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഷോർട്ട് കട്ട് തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡയറക്റ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഷോർട്ട് കട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ. അപ്പോൾ എന്താണത്? നമ്മൾ ആദ്യം സൈലം അല്ലേ എന്ന് എഴുതുക അല്ലേ. എന്നിട്ട് ഇതിന് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ നമ്പർ എടുക്കുക അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ആർക്കാണ് വരിക? ഈക്കാണ് വരിക. റെഡി അല്ലേ. ഇനി L. ഓക്കെ, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുമ്പോൾ മക്കളെ L. ഓക്കെ, മൂന്നാമത്തെ നമ്പർ എമ്മിന് അല്ലെ, പിന്നെ XYZ അല്ലെ, ഇപ്പം 4 അല്ലെ, പിന്നെ എന്താണ് മക്കളെ ഇവിടെ എന്താണ് 5. മനസ്സിലായില്ലേ. റെഡി അല്ലേ. അപ്പോൾ ഇത്രയും ഓക്കെ. ഇനി അടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കുക? ഒരു 0 ഫാക്ടോറിയൽ കൊടുക്കുക അല്ലെ, ഇവിടെ 1 ഫാക്ടോറിയൽ കൊടുക്കുക അല്ലെ, 2 ഫാക്ടോറിയൽ കൊടുക്കുക, 3 ഫാക്ടോറിയൽ നമ്മൾ ചെയ്തതാണ് അല്ലെ, 4 ഫാക്ടോറിയൽ കൊടുക്കുക. റെഡി അല്ലേ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സിൻ്റെ റൈറ്റിലേക്ക് നോക്കുക അല്ലെ. ഇവിടെ നമ്പർ അടുത്ത് നമ്മൾ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പ്രൊസീജിയർ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. റെഡി അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ ഒരു നമ്പർ എഴുതണം അല്ലെ. അതായത് ഈ 4ൻ്റെ റൈറ്റിലേക്ക് നോക്കാം.
എന്നിട്ട് 4-നേക്കാളും ചെറിയ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 4ന്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ അല്ലേ 4-നേക്കാളും ചെറിയ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 അല്ലെ 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായി? ഇവിടെ 3. മനസ്സിലായില്ലേ? ഇനി മക്കളെ ഇവിടെ ഇതേപോലെ നമ്മൾ എന്തായത് 5ന്റെ റൈറ്റിലേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം അല്ലെ. 2 1 3 അല്ലേ. അതായത് റൈറ്റിലേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നല്ല നോക്കേണ്ടത്, 5-നേക്കാളും ചെറിയ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് അല്ലേ. അതെന്താണ്? 3 എണ്ണം ഉണ്ട്. റെഡിയല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് മക്കളെ റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അല്ലേ, അതായത് 2ന്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ 2-നേക്കാളും ചെറിയ എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ ഉണ്ട്. റെഡിയല്ലേ? ഇനി ഇതിന്റെ റൈറ്റിലേക്ക് 1-നേക്കാളും ചെറിയ എത്ര നമ്പർ ഉണ്ട് മക്കളെ? ഒന്നുമില്ല, 0 അല്ലേ. ഇതെന്താണ് മക്കളെ? മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ലേ? സോ നമുക്ക് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? യെസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു അല്ലേ എന്താണ് 3 അല്ലേ പ്ലസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ് മക്കളെ 3 അല്ലേ പ്ലസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 അല്ലേ. പിന്നെ അടുത്ത എന്താണ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 0 പ്ലസ് 0 ഫാക്ടർ. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം 0 ആയിട്ട് പോകും അല്ലേ. പിന്നെ പ്ലസ് എക്സ്ട്രാ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു 1 കൂടി കൊടുക്കണം. ഓക്കെ അല്ലേ? സീരിയൽ നമ്പർ. മനസ്സിലായില്ലേ? അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ സൈലം എന്ന് പറഞ്ഞ വേർഡിന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ പിന്നെ തൊട്ട് മുമ്പ് വരെ എത്ര വേർഡ്സ് ഉണ്ടെന്നാണ് കിട്ടുക അല്ലെ. പ്ലസ് 1 കൂടി കൊടുത്താൽ സൈലത്തിന്റെ എന്ത് കിട്ടുള്ളൂ? നമുക്ക് സീരിയൽ നമ്പർ കിട്ടുള്ളൂ അല്ലെ. സോ 4 ഫാക്ടോറിയൽ 3 എന്ന് പറയുമ്പോൾ 4 ഫാക്ടർ നമുക്കറിയാം 24 ആണ്. 24ന്റെ 3 നമുക്കറിയാമെന്നാണ് 72 ആണ് അല്ലെ. പിന്നെ 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമെന്നാണ് 6 ആണ്. 6ന് 3 എന്താണ് മക്കളെ? 18 ആണ് അല്ലെ. പ്ലസ് 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 93 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Ready? Yes. Okay. The next question. The term independent of x in the binomial expansion x plus 2 by x raised to 4 whole power 10 is. Okay. അതായത് നമ്മൾ അറിയാമല്ലേ എങ്ങനെ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എസ്. അത് നമ്മൾ ആദ്യം ജനറൽ ടേം എഴുതണം അല്ലെ. അപ്പോൾ TR + 1 അല്ലെ ഈസ് ഇക്വൽ ടു അല്ലെ നമുക്കറിയാം 10CR ഇൻറ്റു അല്ലെ എന്താണ് x റൈസ് ടു 10 - r അല്ലെ ഇൻറ്റു എന്താണ് 2 ഡിവൈഡ് ബൈ x റൈസ് ടു 4 അല്ലെ ഹോൾ പവർ ആർ എന്ന് വരും അല്ലേ. നമ്മൾ ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്ത പ്രോബ്ലം ആണ് മക്കളെ. ശ്രദ്ധിക്കുക, ഇതൊരു GIB ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് ഞാൻ തിയറി അധികം പറയാതെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുന്നതല്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അത് ക്വസ്റ്റ്യൻ ചെയ്ത് പോവുകയാണ്. റെഡി അല്ലേ? അപ്പോൾ 10CR ഇൻറ്റു അല്ലെ x റൈസ് ടു 10 - r അല്ലെ ഇൻറ്റു 2 ഡിവൈഡ് ബൈ x റൈസ് ടു 4 ഹോൾ പവർ ആർ ആണ് അല്ലെ. മക്കൾ ഇത് ഒന്ന് റിയാറേഞ്ച് ചെയ്താൽ 10CR ഇൻറ്റു അല്ലെ ഇവിടെ എന്തായിരുന്നു x റൈസ് ടു 10 - r അല്ലേടാ മക്കളെ. യെസ് x റൈസ്ഡ് ടു എന്താണ് 10 - r അല്ലെ. ഇതാണെങ്കിൽ നമുക്കറിയാം 2 റൈസ് ടു r ഡിവൈഡ് ബൈ എന്താണ് x റൈസ് ടു 4r എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ x റൈസ് ടു 4r ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ? ഇതിന്റെ താഴെ ഇങ്ങനെ വെക്കുകയാണ് അല്ലെ. x റൈസ് ടു 4r ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ താഴെ ഇങ്ങനെ വെക്കുകയാണ്. എടാ മനസ്സിലായില്ലേ? ഇനി മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ x റൈസ് ടു a ഡിവൈഡ് ബൈ x റൈസ് ടു b അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? x റൈസ് ടു a - b ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ 10CR ഇൻറ്റു അല്ലെ എന്താണ് യെസ് x റൈസ് ടു അല്ലെ എന്താണ് 10 - r അല്ലെ -4r എന്ന് വരും അല്ലെ ഇൻറ്റു എന്താണ് മക്കളെ 2 റൈസ് ടു r. റെഡി അല്ലേ? നമുക്കറിയാം അല്ലെ എന്താണ് ഇത് നമുക്ക് -5r എന്ന് എഴുതാം അല്ലെ 10 - 5r എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിന്റെ ജനറൽ ടേം എന്ന് പറഞ്ഞ ചങ്ങാതി. റെഡി അല്ലേ മക്കളെ? ഇതാണ് ഇവന്റെ ജനറൽ ടേം. റെഡി അല്ലേ? അപ്പോൾ ഈ ജനറൽ ടേം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ നമുക്കിവിടെ ജനറൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ നമുക്ക് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഈ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആവുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ എന്താണ് എക്സിന്റെ പവർ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. എക്സിന്റെ പവർ 0 ആകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? എക്സിന്റെ ടേം ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ നമുക്ക് എക്സിന്റെ പവർ 0 ആക്കുന്ന എന്ത് കണ്ടുപിടിക്കണടാ? യെസ് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അഥവാ 10 - 5r ഈസ് ഇക്വൽ ടു എന്താണ് മക്കളെ? 0 അല്ലെ. അപ്പോൾ r ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ? 2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? r ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ മക്കളെ? 2 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ T3 അല്ലെ ഈസ് ഇക്വൽ ടു അല്ലെ. ഇനി r ഈസ് ഇക്വൽ ടു 2 എന്ന് പറഞ്ഞ ചങ്ങാതിയെ നമ്മൾ ഈ ജനറൽ ടേമിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T അല്ലെ r + 1 എന്ന് പറയുമ്പോൾ 2 + 1 അല്ലെ. നമ്മൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. സോ നമുക്ക് ഇവിടെ 10 ഇൻറ്റു അല്ലെ 10C2 അല്ലെ ഇൻറ്റു 10C2 ഇൻറ്റു അല്ലെ x റൈസ് ടു 10 - 5r അല്ലെ. 10 - 5r എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ 10 - 5 × 10 ആണ് അല്ലെ 5 × 2 ആണ് അല്ലെ. റെഡി അല്ലേ മക്കളെ? യെസ്. ഓക്കെ. ദെൻ ഇനി ഇൻറ്റു എന്താണ് 2 പവർ r അല്ലെ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ് അല്ലെ. നമുക്കറിയാം 10 - 5 × 10 റൈസ് ടു അല്ല ഇവിടെ x റൈസ് ടു എന്താണ് മക്കളെ? 0 ആണ് അല്ലെ. x റൈസ് ടു 0 നമുക്കറിയാം എന്താണ് 1 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 10C2 ഇൻറ്റു അല്ലെ 10C2 ഇൻറ്റു എന്താണ് 2 സ്ക്വയർ എന്നാണ് ഉത്തരം വരിക. റെഡി അല്ലേ മക്കളെ? 10C2ന്റെ വാല്യൂ നമുക്കറിയാം എന്താണ് 10 × 9 ഡിവൈഡ് ബൈ 1 × 2 അല്ലെ. അഥവാ എന്താണ്
യെസ് 45 ആണ് അല്ലേ. 45 into 2 square നമുക്കറിയാം എന്താണ് 4 ആണ്. സോ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടി 180 എന്ന് കിട്ടി അല്ലേ. ഇവിടെ ചെയ്തത് ജനറൽ ടേം കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ജനറൽ ടേമിൽ ഒരു r എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആവണമെങ്കിൽ ഇവിടെ എക്സിന്റെ പവറിൽ എന്തായിരിക്കണം മക്കളെ 0 ആണ് വരേണ്ടത്. അപ്പോൾ എക്സിന്റെ പവറിൽ 0 വരണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് r അല്ലേ. അത് കണ്ടുപിടിച്ചു അല്ലേ. എന്നിട്ട് ആ ആറിന്റെ വാല്യൂ നമ്മൾ എന്താക്കി ജനറൽ ടേമിൽ എന്താക്കി മക്കളെ ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ കിട്ടുന്നതാണ് എന്ത് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. ആ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് 180 ആണ് കിട്ടിയിരിക്കുന്നത്. റെഡി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ അത് വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മളിങ്ങനെ ഒരു തിയറി തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഥവാ സിഗ്മ r is equal to 0.25 അല്ലെ 25 CR into 26 CR അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം അല്ലെ. എന്താണ് യെസ് സിഗ്മ r is equal to സിഗ്മ അല്ലെ r is equal to 0 to 25 അല്ലെ. ഇവിടെ 25 അല്ലെ CR അല്ലെ. ഇവനെ നമുക്ക് എന്താക്കാം 26 അല്ലെ. C എന്താക്കാം ഇതിനെ 26 മൈനസ് r എന്ന് എഴുതാം. ഓക്കെ അല്ലെ. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ്ലി നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 25 പ്ലസ് 26 അല്ലെ 25 അല്ലെ പ്ലസ് എന്താണ് 26 C എന്ത് വരണം മക്കളെ C 26 എന്ന് വരും. റെഡി അല്ലെ. C 26 എന്ന് വരും അല്ലെ. അതായത് ഇവിടെ 51 C 26 എന്ന് കിട്ടും. റെഡി അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ. ഇനി സപ്പോസ് അഥവാ ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷനിൽ ഇതല്ല 51 C 26 അല്ല, പകരം 51 C 25 ആണെങ്കിൽ അതും എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ് അല്ലേ. കാരണം ഇവർ രണ്ടുപേരും എന്താണ് ഈക്വൽ ആണ്. എടാ റെഡി അല്ലേ അല്ലെ. ഏത് ഉപയോഗിച്ചിട്ടാ NCR is equal to NCN minus R ഉപയോഗിച്ച് രണ്ടും എന്താണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. റെഡി അല്ലേ. മക്കളെ അടുത്ത ചോദ്യം എന്താണ്, ഇഫ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വൺ വെർട്ടെക്സ് ഈസ് അറ്റ് ദ വെർട്ടെക്സ് ഓഫ് ദ പരാബോള y സ്ക്വയർ പ്ലസ് 4 പ്ലസ് 2 into a minus 2a square into x is equal to 0 and the other two vertex are the points of intersection of the parabola and the y-axis is 256 square root the value of a is. Okay മക്കളെ പിന്നെ ശ്രദ്ധിക്കുക, ഇതിൽ ഈ ക്വസ്റ്റ്യന് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ. ക്വസ്റ്റ്യന് വേണ്ടത് ഇങ്ങനെയല്ല അല്ലെ, 2 into a minus 2a square into x അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യന് വേണ്ടത്. ക്വസ്റ്റ്യന് ചെറിയ ഒരു എന്തുണ്ട് പ്രശ്നമുണ്ട്. ഓക്കെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വേണ്ടത് എന്താണ്, യെസ് 2 into എന്താണ് യെസ് എക്സ് മൈനസ് എന്താണ് 2a square into x ആണ് വേണ്ടത് അല്ലെ. is equal to 0. കണ്ടോ ഇവിടെ x minus 2a square into x എന്താണ് സോറി x minus 2a square is equal to 0 എന്നാണ് വേണ്ടത് കേട്ടോ. ഓക്കെ ഇവിടെ അല്ല എക്സ് വേണ്ടത് അല്ലെ, എക്സ് വേണ്ടത് ഇവിടെയാണ് കേട്ടോ. റെഡി അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഉള്ള ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ y സ്ക്വയർ ഇസ് ഇത് അങ്ങോട്ടേക്ക് പോയി -2 into എന്താണ് x minus 2a square അല്ലേ എന്ന് കിട്ടും. റെഡി അല്ലേ. അപ്പോൾ നമുക്ക് ഈ പരാബോള എന്താക്കണം, വരക്കണം അല്ലെ. ഈ പരാബോള വരക്കണമെങ്കിൽ അല്ലെ ഇതിൻ്റെ വേർട്ടെക്സ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ വേർട്ടെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഞാൻ അല്ലെ y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു -2 into x മൈനസ് എച്ചുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ h ഈസ് ഈക്വൽ ടു അല്ലെ വാട്ട് ഇസ് ദാറ്റ് യെസ് h ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ അല്ലെ. h ഈസ് ഈക്വൽ ടു എന്താണ് 2a സ്ക്വയർ ആൻഡ് k ഈസ് ഈക്വൽ ടു 0 അല്ലെ. അഥവാ ഇതിൻ്റെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ 0 എന്ന് കിട്ടും അല്ലെ. ആൻഡ് ആൾസോ ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പരാബോളയുടെ ഷേപ്പ് എന്താണ് ലെഫ്റ്റ് ഓപ്പൺ ആണ് അല്ലെ. അപ്പോൾ ലെഫ്റ്റ് ഓപ്പൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ലിസൺ, എങ്ങനെ വരും പരാബോള, ഇതിങ്ങനെയാണ് വരിക. മനസ്സിലായില്ലേ. ഇതാണ് നമ്മുടെ എന്ത് പരാബോള. റെഡി അല്ലേ. ശ്രദ്ധിക്കുക പരാബോള ഇതാണ് അല്ല. അപ്പോൾ ഈ കോർഡിനേറ്റ് നമുക്കറിയാൻ എന്താണ് 2a സ്ക്വയർ 0 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് ഈ പരാബോള നമ്മുടെ y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു അല്ലേ. അതായത് y സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ എന്താണ് -2 into എന്താണ് x minus 2a സ്ക്വയർ അല്ലേ. നമുക്കറിയാം y ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ x കോർഡിനേറ്റ് ആയിരിക്കും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ y സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ -2 into എന്താണ് -2a സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ. സോ y സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് 4a സ്ക്വയർ എന്ന് വരും. റെഡി അല്ലേ. സോ y ഈസ് ഈക്വൽ ടു എന്താണ് പ്ലസ് ഓർ മൈനസ് എന്താണ് മക്കളെ 2a എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ 0, -2a എന്ന് വരും അല്ലേ. ഇവിടെയാണെങ്കിലോ മക്കളെ എന്താണ് 0, എന്തൊരുടാ +2a എന്ന് വരും. റെഡി അല്ലേ. യെസ് ഓക്കെ. ദെൻ നമുക്ക് അവിടെ ഈ ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി അല്ലേ. ഇതാണ് നമ്മൾ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ. റെഡി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ½ into ബേസ് into ഹൈറ്റ് ആണ് അല്ലടാ.
ഓക്കെ, വാട്ട് ഇസ് ദ ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലേ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ് മക്കളെ എന്ത് ബേസ് അല്ലേ. ഇത് 0,2 ആണ്, ഇത് 0,-2 ആണ് അല്ലേ. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ മക്കളെ 4a ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു അല്ലെ ഹാഫ് ഇൻറ്റു അല്ലെ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ് 4a ആണ് അല്ലെ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ് അല്ലേ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് മക്കളെ 2a² ആണ്. ഓക്കെ, ആൻഡ് ആൾസോ നമുക്ക് ഇവിടെ ഏരിയ നമ്മളിവിടെ എന്താക്കിയിട്ടുണ്ട് തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഇസ് ദ ഏരിയ? ഏരിയ ഈസ് സംതിങ് ബട്ട് ശ്രദ്ധിക്കുക, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. എന്താ ഏരിയ? യെസ്, ഇറ്റ് ഈസ് സംതിങ് ബട്ട് 256 ആണ് അല്ലേ. സോ 256 ഈക്വൽ ടു അല്ലേ നമ്മളിത് വേണമെങ്കിൽ എന്താക്കും കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 4a³ എന്ന് കിട്ടും. റെഡി അല്ലേ, 4a³ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ a³ ഈസ് ഈക്വൽ ടു 256/4 അഥവാ 64 അല്ലേ. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? നമുക്ക് a ഈസ് ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടും. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. The next question. Distance between foci of an ellipse is 1/4 of the length of its latus rectum. Then the eccentricity of the ellipse is. Okay. മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ നമുക്കറിയാം എന്താണ് 2c ആണ് അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്നാണ് 2b²/a ആണ് അല്ലെ. നമ്മൾ പറയുന്നത് 2c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, 1/4 ഓഫ് ദി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ് അല്ലെ. ദ 1/4 ഓഫ് 2b²/a ആണ്. ഓക്കെ അല്ലേ. അഥവാ ശ്രദ്ധിക്കുക, നമുക്ക് 4c ഈസ് ഈക്വൽ ടു അല്ലെ ഇത് കൂടെ ചെയ്താൽ എന്താണ് b²/a എന്നാണ്. റെഡി അല്ലേ. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനാണ് അല്ലെ മക്കളെ. നമ്മൾ എങ്ങനെ ഇപ്പോൾ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം? റെഡി അല്ലേ. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം e ഈസ് ഈക്വൽ ടു c/a ആണ് അല്ലേ. അപ്പോൾ c ഈസ് ഈക്വൽ ടു നമുക്ക് എന്താക്കാം ae എന്നും നമുക്ക് എന്താക്കാം അവിടെ കൊടുക്കാം. റെഡി അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ae എന്ന് കൊടുക്കുകയാണ് അല്ലേ. റൈറ്റ് സൈഡിൽ b ആണുള്ളത് അല്ലേ, b അല്ലേ. ബട്ട് b ആണുള്ളത്, അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഓക്കെ, വി നോ c² ഈസ് ഈക്വൽ ടു അല്ലെ ഫോർ എൻ എലിപ്സ് എന്താണ് a² ഈസ് ഈക്വൽ ടു എന്താണ് c² - b². am I correct അല്ലേ? സോറി, a² ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ c² + b² എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ b² ഈസ് ഈക്വൽ ടു എന്താണ് a² - c² അല്ലേ. അപ്പോൾ ഞാൻ ഈ b² പകരം എന്ത് കൊടുക്കുകയാണ്? a² - c² എന്ന് കൊടുക്കുകയാണ് അല്ലെ /a. എന്തിനാ മക്കൾ അങ്ങനെ ചെയ്ത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സെൻട്രിസിറ്റി ആണ് അല്ലെ. എക്സെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ c/a ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ c ആണ് നമുക്കെങ്കിൽ അതിന് ae വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. ഇതൊരു നാക്കാണ്. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മക്കളെ ഇവിടെ 4ae അല്ലെ ഈസ് ഈക്വൽ ടു ഈ a² പകരം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. c² എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ a² e². റെഡി അല്ലേ, /a അല്ലെ. ഈ എ ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4a² e എന്ന് വരും. ഇവിടുന്ന് a² ഐ ക്യാൻ ടേക്ക് ഇൻ കോമൺ. അപ്പോൾ ഇവിടെ 1 - e² എന്ന് വരും. മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ബിനെ സീൻ്റെ ടേമിലേക്ക് മാറ്റിയത് അല്ലെ. എന്നിട്ട് സീനെ നമ്മൾ എന്താക്കിയത് എയുടെ ടേമിലേക്ക് മാറ്റിയത്. റെഡി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ഈ നാക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇവിടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യം എന്താക്കാതെ പറയാതെ. റെഡി അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഈ a² എന്തായിട്ട് പോയിടാം മക്കളെ? ക്യാൻസൽ ആയിട്ട് പോയി. റെഡി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ 4e അല്ലെ ഈസ് ഈക്വൽ ടു എന്താണ് 1 - e² അല്ലെ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ e² അല്ലെ പ്ലസ് എന്താണ് 4e. യെസ്, -1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും അല്ല. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെയാണ്? യെസ്, -4 അല്ലെ -b + or -√b² അഥവാ 16 അല്ലെ. -4ac അല്ലെ +4 /2. റെഡി അല്ലേ. അതായത് -4 + or -20 എന്താണ് 2 അല്ലെ. മക്കളെ ഈ 20 നമ്മൾ എന്താക്കി 2 അല്ലെ 10 2 5 അല്ലെ 2√5 എന്ന് കൊടുക്കാം അല്ലെ. സോ -4 + or -2√5 /2 അല്ലെ. അത് പറയുമ്പോൾ -2 അല്ലെ +or- ഓക്കെ എന്താണ് √5 /2 അല്ലെ. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടും. ഒന്ന് -2 + √5 /2 അല്ലെ. ഓക്കെ, -2 + √5 /2 അല്ലെ. അതായത് √5 അല്ലെ -2 /2 അല്ലെ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ് ഉണ്ട്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് അടുത്ത സൊല്യൂഷൻ സാർ? അടുത്ത സൊല്യൂഷൻ നമ്മൾ റിജക്ട് ചെയ്യും അല്ലെ. കാരണം അത് -2 - √5 /2 ആണ് അല്ലെ. വിച്ച് അങ്ങനെയാണ് കിട്ടുക അല്ലെ. അപ്പോൾ അത് പറയുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. നമുക്കറിയാം എക്സെൻട്രിസിറ്റി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അവനെന്ത് പോയി അല്ലെ, അതിനെ റിജക്ട് ചെയ്തു. ക്ലിയർ അല്ലേ. അതിനെ റിജക്ട് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്ന റീസണും കൂടി നമ്മൾ അറിയണം. അതിനോട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, the next question മക്കളെ എന്താണ്? if e1 and e2 are the three eccentricities of the ellipse x² / 9 അല്ലെ plus y² / 5 is equal to 1 and the hyperbola x² / 8 - y² / 10 is equal to 1 respectively. Okay,
And E1, E2 is a point on the ellipse 20x square plus 11y square is equal to k, then k is equal to. Okay, മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം എന്താക്കണം, E1ഉം E2 അല്ലെ രണ്ടിൻ്റെയും എക്സെൻട്രിസിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, കണ്ടുപിടിക്കണം. റെഡി അല്ലേ? എക്സെൻട്രിസിറ്റീസ് നമ്മൾ ആദ്യം രണ്ടുപേരെയും കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ ഒന്നാമത്തത് അല്ലെ, നമ്മൾ ഒന്നാമത് എക്സ് സ്ക്വയർ ബൈ 9 അല്ലെ പ്ലസ് വൈ സ്ക്വയർ ബൈ 5 ഈസ് ഈക്വൽ ടു 1 അല്ലെ. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ എക്സെൻട്രിസിറ്റി അല്ലെ എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. എക്സെൻട്രിസിറ്റി ഒന്ന് സി ബൈ എ ഉണ്ട് അല്ലെ. അപ്പോൾ എലിപ്സ് ആവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എന്താണ്, യെസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഉണ്ട് അല്ലേ. അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. റെഡി അല്ലേ? അപ്പം നമുക്ക് ഒരു എലിപ്സ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് ബി സ്ക്വയർ എന്നത് ഐഡന്റിഫൈ ചെയ്യുക അല്ലേ. ഒന്നുമില്ല, ഇതിൽ ഏറ്റവും ചെറുതാണ് ബി സ്ക്വയർ അഥവാ 5 ആണ് ബി സ്ക്വയർ. റെഡി അല്ലേ? സോ 1 മൈനസ് 5 ഡിവൈഡ് ബൈ എന്താണ് 9 അല്ലേ. മക്കളെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 4/9 അഥവാ ഇ ഈസ് ഈക്വൽ ടു എന്താണ് 2/3 അല്ലേ. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി നമ്മൾ E1 എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. സോ E1 ഈസ് ഈക്വൽ ടു എന്താണ് 2/3. റെഡി അല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി ഹൈപ്പർബോൾ എടുക്കണം. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 18 മൈനസ് വൈ സ്ക്വയർ ബൈ 10 ഈസ് ഈക്വൽ ടു 1 ആണ്. റെഡി അല്ലേ? അപ്പോൾ അതിന്റെ എക്സെൻട്രിസിറ്റി നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 1 പ്ലസ് എന്താണ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ആണ് അല്ലേ. മക്കളെ ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പർ നോക്കിയിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവിന്റെ കൂടെയുള്ളവനാണ് എ സ്ക്വയർ. റെഡി അല്ലേ? ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് നെഗറ്റീവിന്റെ കൂടെയുള്ളവൻ അല്ലെ. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 ആണ് ഇവിടെ. റെഡി അല്ലേ? മക്കൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ E2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് അല്ലെ ബി സ്ക്വയർ അല്ലെ 10 അല്ലെ ഡിവൈഡ് ബൈ എന്താണ് മക്കളെ 18 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ E2 ഈസ് ഈക്വൽ ടു അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് 28 ഡിവൈഡ് ബൈ 18 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 14/9 എന്ന് വരും അല്ലെ. അതായത് അപ്പൊ E1, E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2/3 സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 14/9 എന്ന് വരും. ദെൻ നമ്മൾ പറയാം E1, E2 എന്താണ് ഈ പറഞ്ഞ എലിപ്സിലെ ഒരു പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഏതാണ് എലിപ്സ്? യെസ് 20x സ്ക്വയർ പ്ലസ് 11y സ്ക്വയർ ഇസ് ഈക്വൽ ടു k അല്ലെ. 20x സ്ക്വയർ പ്ലസ് 11y സ്ക്വയർ ഇസ് ഈക്വൽ ടു k അതിൽ പോയിന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ 20 ഇൻറ്റു അല്ല, അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമെന്നാണ് എന്താണ് 4/9 ആണ് അല്ലെ. പ്ലസ് 11 ഇൻറ്റു എന്താണ് 14/9 അല്ലെ ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ k എന്ന് വരും. റെഡി അല്ലേ? അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഇതായി കഴിഞ്ഞാൽ ഇവിടെ താഴെ എന്ത് വരും മക്കളെ /9 എന്ന് വരും അല്ലെ. മുകളിലാണെങ്കിൽ 20 × 4 80 ആണ് അല്ലെ. ഇത് 11 × 14 എന്താണ് 154 രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 234 ഡിവൈഡ് ബൈ 9 ആണ് k അല്ലെ. അതായത് മക്കളെ k ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 26 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? സോ ഓപ്ഷൻ എന്താണ് ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 26 ആണ് എന്താ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി അല്ലേ? ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് ഇഫ് 7 cos 2θ പ്ലസ് 7 sec 2θ ഇസ് ഈക്വൽ ടു 50 ദെൻ ദ വാല്യൂ ഓഫ് cos 4θ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് ITF ഉണ്ടെങ്കിൽ രണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഒന്നിലേക്ക് മാറ്റാം അല്ലെ. അപ്പോൾ 7 sec 2θ അല്ലെ, ഇവിടെ ഈ 7 cos 2θ ഇവിടെ കിടക്കട്ടെ. ഈ 7 sec 2θ എനിക്ക് എന്താക്കാം 7 ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം മക്കളെ cos 2θ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. റെഡി അല്ലേ? ഈസ് ഈക്വൽ ടു എന്താണ് 50. റെഡി അല്ലേ? അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് cos 2θക്ക് ഞാൻ t എന്ന് കൊടുത്തു വിചാരിക്കും അല്ലെ. അപ്പോൾ എന്താവും 7t അല്ലെ പ്ലസ് 7 ഡിവൈഡ് ബൈ എന്താണ് t ഈസ് ഈക്വൽ ടു എന്താണ് 50 എന്ന് വരും. ക്ലിയർ അല്ലേ? മക്കളെ ശ്രദ്ധിക്കുക, ഈ 7 എനിക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ t പ്ലസ് അല്ലെ 1/t ഈസ് ഈക്വൽ ടു എന്താണ് 50 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അഥവാ t പ്ലസ് 1/t ഈസ് ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 7. സോൾവ് ചെയ്യാൻ മക്കളെ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ്? ഇവിടെ ഇത് ക്വാഡ്രാറ്റിക് ആണ് അല്ലെ. അതാ ടി സ്ക്വയർ അല്ലെ അല്ലെ പ്ലസ് 1 ഡിവൈഡ് ബൈ ടി ഈസ് ഈക്വൽ ടു എന്താണ് 50/7 ആണ് അല്ലെ. ഇത് ക്രോസ് ചെയ്ത് നമുക്ക് എന്താണ് 7t സ്ക്വയർ അല്ലെ പ്ലസ് 7 ഈസ് ഈക്വൽ ടു എന്താണ് 50t അല്ലെ. അതായത് 7t സ്ക്വയർ മൈനസ് 50t അല്ലെ പ്ലസ് 7 ഈസ് ഈക്വൽ ടു എന്താണ് 0 അല്ലെ. സോ മിഡ് ടേം സ്പ്ലിറ്റിംഗ് നമുക്ക് എന്താക്കാം ഇതിനെ ചെയ്യാം അല്ലെ. എങ്ങനെയായത് 7 × 7 14 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്താൽ 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -15 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ആർ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ് 49 അല്ലെ ആൻഡ് എന്താണ് -1. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഈ 50tയെ 49t മൈനസ് ടി എന്ന് കൊടുത്തു അല്ലെ. ഇവിടെ എന്തായി +7 ബാക്കിയായി. റെഡി അല്ലേ? ആൻഡ് ഇവിടുന്ന് 7t ഐ ക്യാൻ ടേക്ക് ഇൻ കോമൺ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ t-7 എന്ന് വരും അല്ലെ. ഇവിടെ നെഗറ്റീവ് കോമൺ ആയി വരുന്നത് ഇവിടെ -t-7 അല്ലെ എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, t-7 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അല്ലെ വാട്ട് ഇസ് ദാറ്റ് 7t അല്ലെ -1 അല്ലെ ഇൻറ്റു എന്താണ് t-7 അല്ലെ ഈസ് ഈക്വൽ ടു എന്താണ് 0 എന്ന് വരും അല്ലെ.
അതായത് ടി ഈസ് ഈക്വൽ ടു എന്താണ്, ടി ഈസ് ഈക്വൽ ടു എന്താണ് 1/7 വരും, ടി ഈസ് ഈക്വൽ ടു 7 അല്ലേ. പക്ഷേ ടി ഈസ് ഈക്വൽ ടു 7 നമുക്ക് റിജക്ട് ചെയ്യാം, ബിക്കോസ് കോസ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടക്കാണ്, അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളൊക്കെ റിജക്ട് ചെയ്യണം അല്ലേ. ഈ 7 എന്ന് പറയുമ്പോൾ 1നേക്കാളും വലുതാണ്, അത് റിജക്ട് ചെയ്തു. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1/7 അല്ലേ, അഥവാ cos 2θ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറഞ്ഞിട്ട് 1/7 അല്ലേ. കാരണം cos 2θക്ക് 7 എന്ന് പറഞ്ഞ വാല്യൂ ഒരിക്കലും എടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ cos 2θ ഈസ് ഈക്വൽ ടു നമുക്ക് 1/7 എന്ന് കിട്ടി. റെഡി അല്ലേ മക്കളെ. cos 2θ 1/7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, cos 4θ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. എങ്ങനെയാണ് നമുക്കറിയാം, cos θ അല്ലെ, അല്ലെങ്കിൽ cos 2θ ഈസ് ഈക്വൽ ടു എന്താണ്, യെസ് ഓക്കെ, എന്താ 2 cos square θ -1 അല്ലെ. അതേ ലോജിക്കൽ ആലോചിച്ച് കഴിഞ്ഞാൽ cos 4θ ഈസ് ഈക്വൽ ടു എന്താണ് 2 അല്ലെ, cos square 2θ -1 എന്ന് വരും. റെഡി അല്ലേ. അപ്പോൾ cos 4θ ഈസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു അല്ലേ cos square 2θ -1 അല്ലേ, അഥവാ 2 ഇൻറ്റു 1/7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/49 അല്ലേ -1. റെഡി അല്ലേ. അപ്പോൾ മക്കളെ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/49 -1 എന്നാണ് വരിക അല്ലേ. വാട്ട് ഇസ് ദാറ്റ്, 2/49 -1 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -47 ഡിവൈഡ് ബൈ 49 എന്ന് വരും. ഓക്കെ അല്ലേ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലേ. -47 ഡിവൈഡഡ് ബൈ എന്താണ് 49, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ദെൻ ഇനി മക്കളെ നമുക്ക് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ 2 newspapers A and B are published in a city. It is known that 15% of city population reads A, 25% reads B, while 5% read both A and B. ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര വരുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അല്ലേ. അപ്പോൾ 2 സെറ്റേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. റെഡി. അപ്പോൾ നമുക്ക് 3 സെറ്റ് നമുക്ക് കോംപ്ലിക്കേഷൻ വരും അല്ലേ. അപ്പോൾ ഇവിടെ എ ഉണ്ട് അല്ലെ, അതേപോലെ എന്താണ് ബി അല്ലെ, അങ്ങനെ 2 സെറ്റ് ഉണ്ട്. റെഡി അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് മൊത്തം പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ 100 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു നമ്മൾ എഴുതി. ഓക്കെ എന്നിട്ട് ഇതിൽ 15% റീഡ്സ് ന്യൂസ് പേപ്പർ എ എന്ന് പറഞ്ഞാൽ ഈ 100ൽ 15 ആൾക്കാർ എന്താക്കുന്നു, യെസ് 15% എന്ന് പറയുമ്പോൾ എന്താണ് 100ൽ 15 അല്ലേ. അവിടെ ടോട്ടൽ എന്താണ് മക്കളെ 100, 15 ആൾക്കാർ ന്യൂസ് പേപ്പർ എ വായിക്കുന്നു. ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ 25 ആൾക്കാരാണ് എന്താക്കുന്നത് ന്യൂസ് പേപ്പർ ബി വായിക്കുന്നത് അല്ലെ. 5 ആൾക്കാർ ബോത്ത് എ ആൻഡ് ബി വായിക്കുന്നു. അത്രയും ഓക്കെ. ഇനി അടുത്തത് 50% ഓഫ് ദോസ് ഹു റീഡ് എ ആൻഡ് ബി റീഡ് എ ബട്ട് നോട്ട് ബി ലുക്ക് ഇൻ ടു ദ അഡ്വർടൈസ്മെന്റ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഈ പറഞ്ഞ എ ബട്ട് നോട്ട് ബി നമ്മൾ എന്താക്കണം ഇവിടെ കണ്ടുപിടിക്കണം. റെഡി അല്ലേ. എ ബട്ട് നോട്ട് ബി നമ്മൾ എന്താക്കണം ഇവിടെ കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കാം, എ ബട്ട് നോട്ട് ബി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ ആണ് എ ബട്ട് നോട്ട് ബി അല്ലെ. അതെങ്ങനെയാ നമുക്കറിയാം, ഇത് ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ് 15 ആണ് അല്ലെ. അതിൽ ഈ പറഞ്ഞ ചെറിയ കഷ്ണമാണ് മക്കളെ എന്ത് ഈ 5 എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബട്ട് നോട്ട് ബി എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ, ബാക്കിയുള്ളതാണ് അല്ലെ 10. അഥവാ ഈ പറഞ്ഞ 50ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞിട്ട് 5 കുറക്കുക അല്ലെ. അപ്പോൾ എന്ത് വരും 10 എന്ന് വരും. റെഡി അല്ലേ. ഇനി അതേപോലെ തന്നെ ബി ബട്ട് നോട്ട് എ അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എന്താണ് മക്കളെ 25ൽ നിന്നും എന്താക്കുക 5 കുറക്കുക അല്ലേ. കാരണം ബി ബട്ട് നോട്ട് എ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ. ആ മൊത്തം സർക്കിളാണ് നമുക്കറിയുമ്പോൾ എന്താണ് 25 അല്ലെ. അതിൽ നിന്നും ചെറിയ പീസാണ് നമ്മൾ എന്താ കണ്ടത് കുറക്കേണ്ടത്. ഓക്കെ അല്ലെ. അപ്പോൾ 25 - 5 അല്ലെ എന്ന് പറയുമ്പോൾ എന്ത് വേണം മക്കളെ 20 എന്നാണ് വരിക. എന്താണ് 20. റെഡി അല്ലേ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, further 50% of who read A but not B look into the advertisement. 30% of read B but not A also look in the advertisement. While 40% of those read both A and B look into the advertisement. Then the percentage of the population who look into the advertisement is. ഓക്കെ അല്ലേ. ഇതിൽ പറഞ്ഞ സച്ച് ആൻഡ് സച്ച് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ എന്താക്കുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് അഡ്വർടൈസ്മെന്റ് നോക്കുന്ന ആൾക്കാരുടെ ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡി അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം 50% ഓഫ് എ ബട്ട് നോട്ട് ബി ലുക്ക് ഇൻ ടു ദ എന്താണ് അഡ്വർടൈസ്മെന്റ് അല്ലേ. അപ്പോൾ 50% അല്ലെ എ ബട്ട് നോട്ട് ബി 50 ഇൻറ്റു എന്താണ് മക്കളെ ഇത് ശ്രദ്ധിക്കുമ്പോട്ടെ 10 ഡിവൈഡ് ബൈ എന്താണ് 100 അല്ലേ. കാരണം ഇവിടെ 10 ആൾക്കാരുള്ളത്, അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എന്താണ് അതായത് 10 × 50/100 അല്ലെ. അതാണ് കുറച്ചും കൂടി പ്രോപ്പർ, ഉണ്ടെങ്കിൽ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ 10 × 50% അല്ലേ. പിന്നെ അതേപോലെ തന്നെ 20യുടെ എന്താണ് മക്കളെ 30% അല്ലേ. ഇതാണ് ടോട്ടൽ. ഓക്കെ പ്ലസ് അതേപോലെ 5ൻ്റെ എത്ര പെർസെൻറ്റേജ് 40% അല്ലേ. ഇതാണ് എന്താണ് ഈ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് വായിക്കുന്ന ആളുടെ എണ്ണം.
റെഡി. അപ്പോൾ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ ഇത് പോയി അല്ലെ, ഇവിടെ എന്തായി 5 എന്നായി അല്ലെ, ഇവിടെ ആണെങ്കിൽ എന്തായി മക്കളെ 6 എന്നായി അല്ലെ, ഇവിടെ ആണെങ്കിൽ ഓക്കെ 2 അല്ലെ, അഥവാ 13. റെഡി അല്ലേ, മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 100 ആൾക്കാരുണ്ട് അല്ലെ, അതിൽ 13 ആൾക്കാരാണ്, ഇതാണ് ഹൈലൈറ്റ്, 13 ആൾക്കാരാണ് എന്താക്കുന്നത് അഡ്വർടൈസ്മെന്റ് വാങ്ങും അല്ലെ. അപ്പം 100ൽ 13 അല്ലെ എന്ന് പറയുമ്പോൾ 13% ആൾക്കാരാണ് എന്താക്കുന്നത് അഡ്വർടൈസ്മെന്റ് വായിക്കുന്നത് അല്ലെ. നമ്മുടെ ചോദ്യം എത്ര പെർസെൻറ്റേജ് ആൾക്കാർ അഡ്വർടൈസ്മെന്റ് വായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ 13% ആൾക്കാരാണ് എന്താക്കുന്നത് അഡ്വർടൈസ്മെന്റ് വായിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ദി നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഓഫ് എക്സ് ഓക്കെ ഫോർ വിച്ച് ദിസ് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കേസ് വന്ന് നമ്മൾ എന്താ ചെയ്യുക, ഈ ഇൻഇക്വാലിറ്റിയുടെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മളതിന് ഇതേപോലെ 2 കേസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഒന്ന് ദിസ് കേസ് അല്ലെ, മറ്റേ എന്താണ് മക്കളെ ദിസ് കേസ് അല്ലെ, അങ്ങനെ 2 കേസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പോൾ ഒന്നാമത്തത് നമുക്കറിയാം എന്താണ് 3x + 6 അല്ലെ ലെസ് ദാൻ എന്താണ് x + 2 the whole square അല്ലെ. മറ്റേ എന്താണ് മക്കളെ യെസ് x + 2 the whole square ലെസ് ദാൻ 8x + 36 അല്ലെ. അപ്പോൾ അങ്ങനെ 2 കേസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, രണ്ടും നമ്മൾ എന്താക്കുക സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അവസാനം രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ എടുക്കുക അല്ലെ. അപ്പം ഞാൻ ആദ്യം ഇവനെയാണ് എന്താക്കുന്നത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 3x + 6 അല്ലെ ലെസ് ദാൻ x + 2 the whole square നമുക്കറിയാം x² അല്ലെ പ്ലസ് 4x അല്ലെ പ്ലസ് 4 ആണ്. റെഡി അല്ലേ? അപ്പോൾ മക്കളെ നമുക്ക് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ x² അല്ലെ 4x - 3x എന്ന് പറയുമ്പോൾ പ്ലസ് x ആണ് അല്ലെ, 4 - 6 എന്ന് പറയുമ്പോൾ -2 ആണ് അല്ലെ, ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ നമുക്കിതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം അല്ലെ. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്താൽ -2 ആഡ് ചെയ്താൽ +1 അല്ലെ, അഥവാ നമുക്കറിയാം എന്താണ് x - 1 ഇൻറ്റു എന്താണ് x + 2 അല്ലെ ഗ്രേറ്റർ ദാൻ 0. റെഡി അല്ലേ? അപ്പോൾ അഥവാ നമുക്ക് ഇവിടെ x ഗ്രേറ്റർ ദാൻ 1 അല്ലെ, അതേപോലെ തന്നെ എന്താണ് x ലെസ് ദാൻ -2. റെഡി അല്ലേ? റെഡി അല്ലേ? അതായത് ഈ കേസിൽ x ബിലോങ്സ് ടു എന്താണ് -∞ ടു -2 യൂണിയൻ എന്താണ് 1 to ∞. സാധാരണ നമ്മൾ ചെയ്യുന്ന ഇൻഇക്വാലിറ്റിയാണ്. ഇനി ഇത് നമ്മൾ എന്താക്കണം സോൾവ് ചെയ്യണം അല്ലെ. x + 2 the whole square is ലെസ് ദാൻ 8x + 36 അല്ലെ. അപ്പോൾ ഇത് x² അല്ലെ പ്ലസ് 4x അല്ലെ പ്ലസ് 4 ലെസ് ദാൻ എന്താണ് 8x + 36. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ x² അല്ലെ ഇവിടെ എന്താണ് -4x അല്ലെ, ഇവിടെ എന്താണ് -32 ലെസ് ദാൻ 0. റെഡി അല്ലേ? അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ -32 ആഡ് ചെയ്താൽ -4 കിട്ടുന്ന 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് -8 പിന്നെ എന്താണ് +4 അല്ലടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ x ബിലോങ്സ് ടു അല്ലെ, നമുക്കിത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ് അല്ലെ. വാട്ട് ഇസ് ദാറ്റ് -4,8 എന്ന് വരും. ഐ കറക്റ്റ്? യെസ്, നമ്മൾ അത് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ വേവി കർവ്വൽ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? ഇനി മക്കളെ നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും എന്താണ് ഇന്റർസെക്ഷൻ ആണ് അല്ലേ. അവരുടെ ഇന്റർസെക്ഷൻ നമ്മൾ എങ്ങനെ എടുക്കുക, ഒന്നുമില്ല, ഇവരെ നമ്മൾ 2 പേരെയും ഓരോ നമ്പർ ലൈൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും അല്ലേ. 2 പേരുടെയും ഓരോ നമ്പർ ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തത് -4 8, മറ്റെന്താണ് ഇവിടെ -2 ഉണ്ട് 1 ഉണ്ട് അല്ലെ. -2 ഇവിടെ വരും അല്ലെ, 1 ഇവിടെ വരും. റെഡി അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവനെയാണ് ഞാൻ എന്താക്കുന്നത് ഈ കളർ കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അല്ലേ, -2. റെഡി അല്ലേ? ഇനി -4,8 അല്ലെ, അവന് ഞാൻ മറ്റൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം അല്ലെ, -4,8 അല്ലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. റെഡി അല്ലേ? അപ്പോൾ ഇവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്കറിയാം അല്ലെ, വാട്ട് ഇസ് ദാറ്റ്, ഇവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇതാണ് ഇവരുടെ ഇന്റർസെക്ഷൻ. ഓക്കെ അല്ലെ? അതായത് x ബിലോങ്സ് ടു എന്താണ് യെസ് -4, -2 അല്ലെ യൂണിയൻ എന്താണ് 1,8. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എന്താണ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. റെഡി അല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. റെഡി? ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ -4നും -2നും ഒരൊറ്റ ഇൻറ്റിജറേ ഉള്ളൂ -3. റെഡി അല്ലേ? 1നും 8നും എടുക്കുക 2 3 4 5 6 7 എന്ന് വരും. മനസ്സിലായല്ലേ? ഓക്കെ, 1 2 3 4 5 6 ശരിയല്ലേ? പിന്നെ 1 ഏതാണ് 7. സോ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 7 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി അല്ലേ? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ കോട്ട് ഓഫ് ഹാഫ് കോസ് ഇൻവേഴ്സ് ഓഫ് 40 / 41 അല്ലെ. നമ്മൾ എങ്ങനെയാണ് മക്കളെ ചെയ്ത് നമ്മൾ ചെയ്ത് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവ നമ്മൾ എന്താക്കുക തീറ്റ കൊടുക്കുക അല്ലേ. അതായത്
ഈ പറഞ്ഞ ഹാഫ് ഇൻറ്റു അല്ലെ കോസ് ഇൻവേഴ്സ് ഓഫ് 40/41 ഞാൻ തീറ്റ കൊടുക്കാം അല്ലേ. അപ്പം അങ്ങനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്താണ് കോസ് ഇൻവേഴ്സ് ഓഫ് 40/41 ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും അല്ലേ. ആൻഡ് യെസ് 40/41 ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ. നമുക്ക് ഇവന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? കോട്ട് തീറ്റയാണ്. അപ്പോൾ കോസ് 2 തീറ്റ ഈസ് അവൈലബിൾ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കോട്ട് തീറ്റ അല്ലെ. എങ്ങനെയാണ്? സോ വി ഹാവ് ദ ഇക്വേഷൻ അല്ലെ. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ എന്താണ്? യെസ് 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? സൈൻ 2 തീറ്റ അല്ലെ. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ അവിടെ ടാൻ തീറ്റ ആണെങ്കിൽ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ എന്തുണ്ട്? സൈൻ 2 തീറ്റ ഉണ്ട്. മനസ്സിലായില്ലേ? അത് ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ. റെഡി അല്ലേ. അപ്പോൾ ഇനി ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടുന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കാം. അതിൽ കോസ് 2 തീറ്റ നമുക്ക് എന്താണ് അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് ഇനി എന്ത് വേണം മക്കളെ ശ്രദ്ധിക്കുക? യെസ് സൈൻ 2 തീറ്റ കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെയാണ്? നമുക്ക് ട്രയാങ്കിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെ. നമുക്കിവിടെ കോസ് 2 തീറ്റ അല്ലെ. നമുക്കറിയാം 40 അല്ലെ എന്താണ്, അതേപോലെ എന്താണ് 41 അല്ലെ. നമുക്കറിയാം കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ അല്ലെ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. ഇനി മക്കളെ ഈ സൈഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സൈഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 41 സ്ക്വയർ മൈനസ് എന്താണ് 40 സ്ക്വയർ ആണ്. സാർ അത് വലിയ ചങ്ങാതിമാരുടെ സ്ക്വയർ ഒക്കെ നമ്മൾ ചെയ്യണ്ടേ? അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ മക്കളെ. നിങ്ങൾ നോക്കിക്കോളൂ, ഇത്രയേ ഉള്ളൂ. എടാ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 41 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താക്കാം, അതിനെ 40 + 1 ദ ഹോൾ സ്ക്വയർ എന്നാക്കാം അല്ലെ. മൈനസ് ഇതെന്താണ് 40 സ്ക്വയർ അല്ലെ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ പഠിച്ചാട്ടെ ദിസ് ഈസ് 40 സ്ക്വയർ അല്ലെ. മൈനസ് 2 × 40 യെസ് 80 അല്ലെ. 80 അല്ലെ. പ്ലസ് ഇവിടെ എന്താണ് മക്കളെ 1 റെഡി അല്ലേ. മൈനസ് അല്ല പ്ലസ് റെഡി അല്ലേ. മൈനസ് ഇവിടെ എന്താണ് 40 സ്ക്വയർ റെഡി അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 81 ആണ്. അഥവാ എന്താണ് മക്കളെ 9 ആണ്. റെഡി അല്ലേ. യെസ് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം ചെയ്യാം. അല്ലെങ്കിൽ 41 സ്ക്വയറെ കണ്ടുപിടിച്ച് വളരെ കഷ്ടപ്പെട്ട് നമുക്ക് എന്താക്കാം ചെയ്യാം. ഓക്കെ ദിസ് ഈസ് 9 എന്ന് കിട്ടും. റെഡി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 40/41 ആണെങ്കിൽ സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് 9/41 അല്ലെ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞു. ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോട്ട് തീറ്റയാണ് അല്ലെ. എന്താണ്? കോട്ട് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ദാറ്റ് ഈസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ 1 പ്ലസ് കോസ് 2 തീറ്റ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ് 1 പ്ലസ് 40 ഡിവൈഡ് ബൈ 41 ഡിവൈഡ് ബൈ 9 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ 41. ഓക്കെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 41 അത് 81 എന്ന് വരും അല്ലെ. ഡിവൈഡ് ബൈ 41 ഡിവൈഡ് ബൈ 9/41 അല്ലെ എന്ന് പറഞ്ഞാൽ 81/9 അഥവാ എന്ത് വരും മക്കളെ 9 എന്ന് വരും ഇതിൻ്റെ ആൻസർ. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ. ദെൻ ഇനി മക്കളെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് -2,2 1,6 ആൻഡ് 3,4 അല്ലെ. നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അല്ലെ ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 അല്ലെ x2 y2 1 അല്ലെ x3 y3 1 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചത് അല്ലെ. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു അല്ലെ ഡിറ്റർമിനന്റ് ഓഫ് പിന്നെ ഫൈൻഡ് ഒരു മോഡുലസ് വേണം നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെ. ഇതെന്ത് വരും? യെസ് -2 2 1 1 6 1 3 4 1 ഓക്കെ. സോ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഹാഫ് ഇൻറ്റു അല്ലെ വാട്ട് ഇസ് ദാറ്റ് -2 ഓക്കെ ഇതെന്താണ്? യെസ് -2 ഇൻറ്റു 6 - 4 അല്ലെ എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. ഓക്കെ ഇനി -2 ഇൻറ്റു ഓക്കെ 2 ഇൻറ്റു 1 - 3 എന്ന് പറയുമ്പോൾ എന്താണ്? യെസ് -2 അല്ലെ പ്ലസ് 1 ഇൻറ്റു അല്ലെ എന്താണ് 4 - 18 അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ് ഇറ്റ് ഈസ് -14 എന്ന് വരും. റെഡി അല്ലേ. അതിന് നമുക്ക് എന്താക്കാം സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും മക്കളെ? നിങ്ങൾ നോക്കിക്കോളൂ. യെസ് ഹാഫ് ഇൻറ്റു അല്ലെ ഹാഫ് ഇൻറ്റു ശ്രദ്ധിക്കാം ഇതെന്താണ് -4 അല്ലെ -4 ഇവിടെ ആണെങ്കിൽ +4 അല്ലെ. പിന്നെ ഇവിടെ ആണെങ്കിലോ മക്കളെ യെസ് വാട്ട് ഇസ് ദാറ്റ് -14 റെഡി അല്ലേ. യെസ് +4 റെഡി. അപ്പോൾ ഇത് രണ്ടും കൂടി എന്താ പോയി. റെഡി അല്ലേ. അപ്പോൾ ഇവിടെ വാട്ട് ഇസ് ദാറ്റ് ഇവിടെ ഹാഫ് ഇൻറ്റു അല്ലെ -14 അല്ലെ എന്ന് പറയുമ്പോൾ -7 അല്ലെ. പക്ഷേ നമുക്കറിയാം ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്തുണ്ടാവും? അതിൻ്റെ കൂടെ ഒരു മോഡുലസ് ഉണ്ടാവും. ശരിയല്ലേ. അപ്പോൾ ഫൈനലി നമുക്ക് എന്തുണ്ട് മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ന് കിട്ടും മക്കളെ. ആൻസർ ഇസ് സംതിങ് ബട്ട് 7 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് ലെറ്റ് Tn be the number of all possible triangles formed by joining the vertices of n-sided regular polygon. If Tn + 1 minus Tn is equal to 28, then the value of n is. മക്കളെ ഇവിടെ Tn എന്ന് പറയുമ്പം എന്താണ്? നമ്പർ ഓഫ് ഓക്കെ എന്താണ് പോസിബിൾ ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ജോയിനിങ് vertices ഓഫ് n-sided regular polygon. അതാണ് Tn എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ. അപ്പോൾ Tn എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം അല്ലെ. നമുക്കറിയാം അല്ലെ n പിന്നെ എന്തുണ്ട് സൈഡ്സ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു പോളിഗണിന് n സൈഡ്സ് ഉണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി അതിന് n എന്തുണ്ടാവും, വെർട്ടീസസ് ഉണ്ടാവും അല്ലേ. അഥവാ n വെർട്ടീസസ് എന്ന് പറയുമ്പോൾ n നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. നമുക്കിവിടെ n നമ്പർ ഓഫ് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, NC3 ആണ്. ഓക്കെ, അപ്പോൾ Tn NC3 ആണെങ്കിൽ Tn+1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി n+1 C3 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, Tn+1 മൈനസ് Tn ആണ് വേണ്ടത്. റെഡി അല്ലേ? അതായത് അതാണ് നമ്മളോട് എന്ന് പറഞ്ഞിരിക്കുന്നത് 28 എന്ന് പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ Tn+1 എന്ന് പറയുമ്പോൾ n+1 അല്ലേ C3 മൈനസ് T എന്ന് പറയുമ്പോൾ NC3 അല്ലേ ഈസ് ഈക്വൽ ടു എന്താണ് 28. മക്കളെ എന്താണ് ഇവിടെ n+1 C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് n+1 C3? ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് n+1 C3 അല്ലേ, അല്ലെങ്കിൽ എന്താണ് NC3? അത് ആദ്യം നോക്കാം. NC3 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n-1 അല്ലേ എന്താണ് n-2 അല്ലേ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ അല്ലേ. അപ്പോൾ അതായത് അതേ ലോജിക്ക് നമുക്ക് n+1 C3 നമുക്ക് അറിയാം എന്താണ് n+1 ഇൻറ്റു അല്ലേ in ഇൻറ്റു എന്താണ് n-1 ഡിവൈഡ് ബൈ എന്താണ് 3 ഫാക്ടോറിയൽ അല്ലേ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് അറിയാം എന്താണ് 28 അല്ലേ മക്കളെ. ഇനി മക്കളെ ഈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് 6 ആണ് അല്ലേ. അത് അവിടെ വെച്ചു. ഇനി നമുക്ക് ആരെയൊക്കെ കോമൺ ആയിട്ട് ഇവിടെ നിന്ന് പുറത്തെടുക്കാൻ നോക്കാം അല്ലേ. നമുക്ക് n-നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലെ, അതേപോലെ n-1നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ n ഇൻറ്റു n-1 അല്ലേ, അതേപോലെ 6നെയും കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലെ. അപ്പോൾ ഇവിടെ ആരെ ബാക്കിയാവും n+1 അല്ലേ മൈനസ് ഓഫ് എന്താണ് n-2 ഈസ് ഈക്വൽ ടു 28 എന്നായി. റെഡി അല്ലേ? സോ n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 6 അല്ലേ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും n-3 എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 28. ഓക്കെ അല്ലേ. ആ മക്കളെ ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ n ഇൻറ്റു n-1 ഈസ് ഈക്വൽ ടു അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 56 എന്ന് വരും. റെഡി അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കുക, ഇതെന്താണ് n ഇൻറ്റു n-1 ഈസ് വാട്ട് 56 എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അതായത് നമുക്കിതിന് വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. ഇത് ഒന്നുകിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ രണ്ട് അടുത്തടുത്ത നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ 56 കിട്ടണം അല്ലേ. കാരണം n-ഉം n-1 അടുത്തടുത്ത നമ്പേഴ്സാണ്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്ത് 56 ആണെങ്കിൽ n is equal to 8 n-1 7 എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ n is equal to 8 ഫിനിഷ്ഡ്. മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇത് GIB ഡിസ്കഷനാണ്. അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യൻ ചെയ്ത് പോക്കാണ്, അതുകൊണ്ട് ഓവറായിട്ട് തിയറി പറയാതിരുന്നത് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും അടുത്ത GIB നന്നായിട്ട് എഴുതുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.